Good morning, students. Morning, sir. Morning, sir. So can we start? The presentation visible alle? Yes, sir. So okay, ഇനി നമ്മൾ 6th module ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 6th മോഡ്യൂളിലെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനും നമ്മൾ യൂസ് ചെയ്യുന്നത് മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് ആണ്. മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്. സോ 5th മോഡ്യൂളിൽ നമ്മൾ അനലൈസ് ചെയ്തത് ബീംസ് ആണ്, കണ്ടിന്യൂസ് ബീംസ് ആണ്. പക്ഷെ ഇവിടെ നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത് we are going to draw the bending moment and shear force diagram of a frame. അപ്പോൾ ഈ ക്വസ്റ്റിനകത്ത് നമുക്ക് ABCD എന്നൊരു ഫ്രെയിം ഉണ്ട്. അതിനകത്ത് AB portion is known as column and CD portion is known as columns. BC എന്ന് പറയുന്നത് ബീം ആണ്. ആ ബീമിന്റെ മുകളിലാണ് 20 kilonewton per meter എന്നുള്ള ഒരു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ ഒരു ഫ്രെയിം എന്ന് പറഞ്ഞാൽ ഫ്രെയിമിനെ സപ്പോർട്ട് ചെയ്യാൻ ഫ്രെയിമിനകത്ത് രണ്ട് കോളംസ് ഉണ്ടാവും. ആ കോളംസ് ഹൊറിസോണ്ടൽ മെമ്പറായ ബീംസിനെ സപ്പോർട്ട് ചെയ്യാൻ. ഇനി അറ്റ് എ ആൻഡ് ബി, എ പോയിന്റിലും ബി പോയിന്റിലും നമുക്ക് രണ്ട് സപ്പോർട്ട്സ് ഉണ്ട്. എയിലെ സപ്പോർട്ട് ഫിക്സഡ് സപ്പോർട്ട് ആണ്, അതേ കണക്ക് ഡിയിലെ സപ്പോർട്ടും ഫിക്സഡ് സപ്പോർട്ട്സ് ആണ്. ഓക്കെ, അപ്പോ നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോവുകയാണ്. മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡിലെ ഫസ്റ്റ് സ്റ്റെപ്പ് ടു ഫൈൻഡ് ഫിക്സഡ് ആൻഡ് മൊമെന്റ്സ്. ഫിക്സഡ് ആൻഡ് മൊമെന്റ്സ്. അപ്പൊ നമ്മൾ ആദ്യം എ ബി എന്ന് പറഞ്ഞ മെമ്പർ എടുക്കുന്നു. ആൻഡ് വി ക്യാൻ സീ ദാറ്റ് നോ ലോഡ്സ് ആർ ആക്ടിങ് ഓൺ ദ മെമ്പർ എ ബിയിലേക്ക് നമുക്ക് ഫോഴ്സസ് ഒന്നും ആക്ട് ചെയ്യുന്നില്ല. So fixed and moment MFAB and MFBA is equal to 0. Fixed and moment in member AB is equal to 0 because no external forces are acting on the member. ഇനി like that CD എന്ന് പറഞ്ഞ മെമ്പർ നോക്കി, അതും കോളം ആണ്. അപ്പോൾ CD എന്ന് പറഞ്ഞ മെമ്പറിൽ നമുക്ക് എന്ത് ആക്ട് ചെയ്യുന്നില്ല? No horizontal forces are acting on the member. Likely no external forces are acting on the member. So therefore, fixed end moment MFCD and MFDC is equal to 0. അപ്പോൾ നമുക്ക് രണ്ട് കോളത്തിന്റെയും ഫിക്സഡ് എൻഡ് മൊമെന്റ്സ് 0 ആണ്. MFAB is equal to 0, MFBA is equal to 0, MFCD is equal to 0 and MFDC is equal to 0. ഇനി നമുക്ക് എന്താ ഉള്ളത്? ഹൊറിസോണ്ടൽ ബീമിൽ ഒരു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് 20 kilonewton per meter യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആക്ട് ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്ത് വരും? MFDC ഒരു ഫിക്സഡ് എൻഡ് മൊമെന്റ് വരും, MFCB ഒരു ഫിക്സഡ് എൻഡ് മൊമെന്റ് വരും. അപ്പോൾ MFDC ലെഫ്റ്റ് സൈഡിലാണ് നമ്മൾ കൺസിഡർ ചെയ്ത ബീമിന്റെ ലെഫ്റ്റ് സൈഡിലാണ് മൊമെന്റ് ആക്ട് ചെയ്യുന്നത്. സോ ലെഫ്റ്റ് സൈഡിലെ മൊമെന്റ് എല്ലാം നമ്മൾ നെഗറ്റീവ് മൊമെന്റ്സ് ആയിട്ടാണ് അസ്യൂം ചെയ്തത്. സോ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആണ് ബീമിൽ ആക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഇക്വേഷൻ WL² divided by 12, where W 20, length of beam 6 divided by 12, 20 into 6 square by 12 is equal to minus 60 kilonewton meter. MFBC. ഈ MFCB ആണെങ്കിൽ എന്താണ്? സെയിം ഇക്വേഷൻ WL² by 12, പക്ഷേ ബീമിന്റെ റൈറ്റ് സൈഡിലെ മൊമെന്റ് ആയതുകൊണ്ട് is a positive moment. So ഇത്രയും ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? Yes, sir. No doubts. അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഫിക്സഡ് ആൻഡ് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് തന്നിരിക്കുന്ന മെമ്പേഴ്സിൽ എത്ര ജോയിന്റ്സ് ഉണ്ടെന്ന് പറയാമോ?
Number of joins. നമുക്ക് തന്നിരിക്കുന്ന ഈ ഫ്രെയിമിൽ എത്ര നമ്പർ ഓഫ് ജോയിൻസ് ഉണ്ട്? Two number of joins. ഏതൊക്കെയാ two joins? ജോയിൻസ് ഏതൊക്കെയാണ്? ഈ തന്നിരിക്കുന്ന ഗിവൺ ഫ്രെയിമിൽ ജോയിൻസ് ജോയിന്റ് ബി ആൻഡ് ജോയിന്റ് സി. സോ ജോയിന്റ് ബി ആൻഡ് ജോയിന്റ് സി. അപ്പോൾ എത്ര മെമ്പേഴ്സ് ഉണ്ട്? ജോയിന്റ് ബിയിൽ വരുന്ന മെമ്പേഴ്സ് ഏതൊക്കെയാ? ജോയിന്റ് ബിയിൽ വരുന്ന മെമ്പേഴ്സ് എ ബി ആൻഡ് ബി സി. അപ്പൊ ജോയിന്റ് ബിയിൽ മെമ്പർ ബി എ ആൻഡ് മെമ്പർ ബി സി. ഇനി ജോയിന്റ് സിയിൽ വരുന്ന മെമ്പേഴ്സ് ഏതൊക്കെയാ? ജോയിന്റ് സി, സി ബി ആൻഡ് സി ഡി. മെമ്പേഴ്സ് സി ബി ആൻഡ് സി ഡി. ഇനി ഇതിനകത്ത് സ്റ്റിഫ്നെസിന്റെ ഇക്വേഷൻ എന്തായിരിക്കും വരുന്നത്? മെമ്പർ ബി എയില് സ്റ്റിഫ്നെസിന്റെ ഇക്വേഷൻ, മെമ്പർ ബി എ സ്റ്റിഫ്നെസ് ഇക്വേഷൻ. മെമ്പർ ബി എ കൺസിഡർ ചെയ്യുമ്പോൾ ഫാർ എൻഡ് എന്താണ്? ഫാർ എൻഡ് എ ആണ്. ഫാർ എൻഡ് എ എന്ന് പറഞ്ഞ ഫിക്സഡ് സപ്പോർട്ട് ആണ്. മെമ്പർ ബി എന്ന് പറഞ്ഞ മെമ്പർ കൺസിഡർ ചെയ്യുമ്പോൾ എ എന്ന് പറഞ്ഞ പോയിന്റ് ആണ് ഫാർ എൻഡ്. എയിൽ നമുക്ക് എന്ത് ടൈപ്പ് സപ്പോർട്ട് ആണ്? ഫിക്സഡ് സപ്പോർട്ട് ആണ്. അപ്പൊ ഫിക്സഡ് സപ്പോർട്ട് ആണ് ഫാർ എൻഡിലെങ്കിൽ സ്റ്റിഫ്നെസിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? ഫോർ ഇ ഐ ഡിവൈഡഡ് ബൈ എൽ. അപ്പൊ നമുക്ക് ഇക്വേഷൻ എന്തായിരിക്കും? 4EI ഡിവൈഡഡ് ബൈ 6. അപ്പോ ബി എയുടെ സ്റ്റിഫ്നെസ് ഇക്വേഷൻ 4EI ഡിവൈഡഡ് ബൈ 6. ഇനി ബി സി ആണെങ്കിൽ സ്റ്റിഫ്നെസ് ഇക്വേഷൻ എന്തായിരിക്കും വരുന്നത്? ബി സി. നിങ്ങൾ ഒരാൾ മാത്രമല്ല ബാക്കിയുള്ളവരും കൂടെ ആൻസർ പറഞ്ഞാൽ നല്ലതായിരിക്കും. ബി സിയുടെ സ്റ്റിഫ്നെസ് ഇക്വേഷൻ so BC യുടെ stiffness equation 4EI divided by L. So BC member consider ചെയ്താൽ C എന്ന് പറഞ്ഞ പോയിന്റ് ആണ് ഫാർ എൻഡ്. അപ്പോൾ C എന്ന് പറഞ്ഞ പോയിന്റ് എവിടെയാണ്? നമുക്ക് ഈ ഗിവൺ ഫ്രെയിമിന്റെ എൻഡിൽ വരുന്നതല്ല, ഒരു ഉള്ളിൽ വരുന്ന പോയിന്റ് ആണ്. ദാറ്റ് മീൻസ് ഒരു ഇന്റർമീഡിയറ്റ് പോയിന്റ് ആണ് C പോയിന്റ്. അപ്പോ അതുകൊണ്ട് നമ്മൾ എന്തായിരിക്കും എടുക്കുന്നത്? 4EI by L എന്ന സ്റ്റിഫ്നെസ് ഇക്വേഷൻ ആയിരിക്കും എടുക്കുന്നത്. അപ്പോൾ 4EI ഡിവൈഡഡ് ബൈ 6. ഇനി മെമ്പർ സി ബി ആണെങ്കിലും സ്റ്റിഫ്നെസ് ഇക്വേഷൻ 4EI ഡിവൈഡഡ് ബൈ 6. ഇനി മെമ്പർ സി ഡിയുടെ സ്റ്റിഫ്നെസ് ഇക്വേഷൻ എന്തായിരിക്കും? മെമ്പർ സി ഡിയുടെ സ്റ്റിഫ്നെസ് ഇക്വേഷൻ 4EI ഡിവൈഡഡ് ബൈ 6. ബിക്കോസ് ഡി എന്ന് പറഞ്ഞ സപ്പോർട്ട് ഫിക്സഡ് സപ്പോർട്ട് ആണ്. സോ നമുക്ക് ആൻസേഴ്സ് ഒന്ന് ചെക്ക് ചെയ്യാം. So member BA 4EI by 6 ഞാൻ സോൾവ് ചെയ്തപ്പോൾ 2/3EI എന്ന് എഴുതി. ഈ member BC 4EI by 6 is equal to 2/3EI. Member CB ആകുമ്പോൾ 4EI by 6 is equal to 2/3EI. 4EI by 6 2/3EI. ഇനി സം ഓഫ് സ്റ്റിഫ്നെസ് എന്ന് പറയുമ്പോൾ എന്താ ചെയ്യുന്നത്? മെമ്പർ BA ആൻഡ് മെമ്പർ BCയുടെ സ്റ്റിഫ്നെസ് ഇക്വേഷൻസ് ആഡ് ചെയ്യുന്നു. 2/3EI plus 2/3EI is equal to 4/3EI. ഇവിടെ ജോയിന്റ് സിയിലെ മെമ്പേഴ്സിന്റെ സ്റ്റിഫ്നെസ് തമ്മിൽ ആഡ് ചെയ്ത് 3 plus 2/3EI is equal to 4/3EI. ഇനി നെക്സ്റ്റ് എന്താ ചെയ്യുന്നത്? ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാണ്. ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ എന്താ ചെയ്യുന്നത്? K ഡിവൈഡഡ് ബൈ സിഗ്മ K. K for stiffness and sigma K sum of stiffness. അപ്പൊ എന്ത് ചെയ്തു? 2/3EI ഡിവൈഡഡ് ബൈ 4/3EI is equal to 0.5. അപ്പൊ എല്ലായിടത്തും അങ്ങനെയാണ് വരുന്നത്. 2/3EI ഡിവൈഡഡ് ബൈ 4/3EI. ഇവിടെ 2/3EI ഡിവൈഡഡ് ബൈ 4/3EI, 2/3EI ഡിവൈഡഡ് ബൈ 4/3EI. അപ്പോൾ എല്ലായിടത്തും ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ 0.5. ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ 0.5. ക്ലിയർ ആണോ? Sir.
എല്ലാവർക്കും ഓക്കെ ആണോ? സോ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ തെറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ബാക്കി സ്റ്റെപ്സ് ഒന്നും നോക്കത്തില്ല വാല്യൂ ചെയ്യുമ്പോൾ. ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ കറക്റ്റ് ആണെങ്കിലേ നമുക്ക് അടുത്ത മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ കറക്റ്റ് ആയിട്ട് ആൻസേഴ്സ് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ എക്സാമിന് ചെയ്യുമ്പോൾ ഈ ഒരു ടേബിൾ നിങ്ങൾ രണ്ട് വേണമെങ്കിലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ എന്ന്. സോ നമ്മൾ ചിലപ്പോൾ കാൽക്കുലേറ്ററിൽ കിട്ടുന്ന ആൻസർ എടുത്ത് അങ്ങോട്ട് എഴുതുമ്പോൾ നമ്മൾ തെറ്റിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. സിമ്പിൾ മിസ്റ്റേക്സ് ആണ് പലപ്പോഴും നമുക്ക് മാർക്ക് റെഡ്യൂസ് ചെയ്യുന്നത്. ആർക്കും ഡൗട്ട് ഇല്ലെന്ന് വിചാരിക്കുന്നു, ആരൊന്നും ചോദിച്ചില്ല. സോ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ. സോ മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ ടേബിളിൽ ഫസ്റ്റ് റോയിൽ എന്താ എഴുതിയിരിക്കുന്നത്? ജോയിന്റ്. നമുക്ക് രണ്ട് ജോയിന്റ്സ് ആണുള്ളത്, ജോയിന്റ് ബി ആൻഡ് ജോയിന്റ് സി. ഇനി മെമ്പേഴ്സ് നോട്ട് ചെയ്തു. മെമ്പർ എ ബി, ജോയിന്റ് ബിയുടെ താഴെയുള്ള മെമ്പർ ആണ് ബി എ മെമ്പർ, ബി സി മെമ്പർ. ജോയിന്റ് സിക്ക് വരുന്നതാണ് സി ബി മെമ്പർ, സി ഡി മെമ്പർ. പിന്നെ ലാസ്റ്റ് മെമ്പർ ഡി സി മെമ്പർ. Next, distribution factors. Distribution factor BA 0.5, BC 0.5, CB 0.5 and CD 0.5. Distribution factors എഴുതി. നെക്സ്റ്റ് എന്താ ചെയ്യുന്നത്? ഫിക്സഡ് ആൻഡ് മൊമെന്റ്സ് കാൽക്കുലേറ്റ് ചെയ്തു. ഫിക്സഡ് ആൻഡ് മൊമെന്റ്സ്. അപ്പൊ എ ബിക്കും ബി എക്കും സി ഡിക്കും ഡി സിക്കും ഇല്ല, ഫിക്സഡ് ആൻഡ് മൊമെന്റ്സ് 0 ആണ്. നമുക്ക് ഫിക്സഡ് ആൻഡ് മൊമെന്റ് വരുന്നത് ബി സിക്കും സി ബിക്കും ഉള്ളൂ. ബി സിയുടെ ഫിക്സഡ് ആൻഡ് മൊമെന്റ് -60, സി ബിയുടെ ഫിക്സഡ് ആൻഡ് മൊമെന്റ് +60. അപ്പോൾ ഫിക്സഡ് ആൻഡ് മൊമെന്റ്സ് എഴുതി. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താ ചെയ്യണ്ടേ? നെക്സ്റ്റ് എന്താ ചെയ്യുന്നത്? അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞ ബാലൻസിങ് സ്റ്റെപ്പില് anyone please respond. Balancing സ്റ്റെപ്പിൽ എന്താ ചെയ്തിരിക്കുന്നതെന്ന്. ആ സ്റ്റെപ്പായിട്ടെന്ന് പറയാമോ വിഷ്ണു? വിഷ്ണു മൈക്ക് അൺമ്യൂട്ട് ചെയ്തൊന്ന് പറയാമോ എന്താ ചെയ്തിരിക്കുന്നതെന്ന്? കൃത്യമായിട്ട് ഓർമ്മയില്ല. ഡിഫറൻസ് എന്താ കേട്ടില്ല, വ്യക്തമായില്ല. വിഷ്ണു ഒന്നുകൂടി പറയോ, നീ ക്ലിയർ ആയില്ല പറഞ്ഞത്. കൃത്യമായിട്ട് ഓർമ്മയില്ല. ആണോ? ഓക്കെ, സാരമില്ല. സോ ഫിക്സഡ് ആൻഡ് മൊമെന്റ്. ഫിക്സഡ് ആൻഡ് മൊമെന്റ് എന്ന സ്റ്റെപ്പ് എഴുതി. അപ്പോൾ ഇത്രയും സ്റ്റെപ്സ് ക്ലിയർ ആണോ? ജോയിന്റ്, മെമ്പർ, ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ, ഫിക്സഡ് ആൻഡ് മൊമെന്റ്. ഇത്രയും സ്റ്റെപ്സ് എഴുതുന്ന ക്ലിയർ ആണോ? ഇനി നോക്കിക്കേ, നമുക്ക് ഫിക്സഡ് ആൻഡ് മൊമെന്റ്സിലുള്ള ജോയിന്റ്സ്, ജോയിന്റ് ബി, ജോയിന്റ് ബിക്ക് താഴെ വരുന്ന മെമ്പേഴ്സ് ബി എ മെമ്പർ, ബി സി മെമ്പർ. ബി എയുടെ ഫിക്സഡ് ആൻഡ് മൊമെന്റ് 0, ബി സിയുടെ ഫിക്സഡ് ആൻഡ് മൊമെന്റ് -60. അപ്പോൾ നമ്മൾ മെമ്പർ ജോയിന്റ് ബി നോക്കുവാണ്. ഇപ്പൊ ജോയിന്റ് ബിയിൽ വരുന്ന മെമ്പർ ബി എ മെമ്പർ, ബി സി മെമ്പർ. അപ്പോ ശരിക്കും നമുക്ക് എന്താ വേണ്ടത്? ബി എ മെമ്പറിൽ വരുന്ന അതേ മൊമെന്റ് തന്നെ ആയിരിക്കണം ബി സി എന്ന് പറഞ്ഞ മെമ്പറിലും വരുന്നത്, പ്രൊവൈഡഡ് ഓപ്പോസിറ്റ് ഇൻ സൈൻ. അത് കണക്ക് തന്നെ സി എന്ന് പറഞ്ഞ ജോയിന്റ് താഴെ വരുന്ന മെമ്പേഴ്സ് സി ബി മെമ്പർ ആൻഡ് സി ഡി മെമ്പർ. അപ്പൊ അവിടെയും എന്തായിരിക്കണം? സി ബിയിലും സി ഡിയിലും
സെയിം മൊമെന്റ് ആയിരിക്കണം വരുന്നത്, ബട്ട് ഇറ്റ് ഷുഡ് ബി ഓപ്പോസിറ്റ് ഇൻ സൈൻ. ഓപ്പോസിറ്റ് ഇൻ സൈൻ. പക്ഷെ ഇവിടെ നമുക്ക് എന്ത് കിട്ടിയേ? ബി എയില് 0, ബി സിയില് -60, സി ബിയില് 60, സി ഡിയില് 0. അപ്പൊ എന്ത് ചെയ്യാണ് നമ്മളിവിടെ ഈ രണ്ട് മൊമെന്റ് ബി എയുടെയും ബി സിയുടെയും ഫിക്സ്ഡ് ആൻഡ് മൊമെന്റ്സിന്റെ ഡിഫറൻസ് നോക്കുവാണ്. അപ്പോൾ 0 -60, സോ ഡിഫറൻസ് എന്ന് പറയുന്നത് -60 ആണ്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഇത് രണ്ടും കൂടി അങ്ങ് ആഡ് ചെയ്താൽ മതി. അപ്പം 0 -60 ആഡ് ചെയ്യുമ്പോൾ -60 എന്ന് കിട്ടും. അപ്പൊ നമ്മൾ ബാലൻസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കിട്ടിയ ഡിഫറൻസ് വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ എന്ത് ചെയ്യണം? പോസിറ്റീവ് വാല്യൂ കൊണ്ട് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടറായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഇവിടെ ഫിക്സ്ഡ് ആൻഡ് മൊമെന്റ് 0 ആണ്, ബി സി എന്ന് പറയുന്നത് -60 ആണ്. രണ്ടും കൂടി ആഡ് ചെയ്ത് 0 + -60 എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും? -60 എന്ന വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. -60 ഇൻറ്റു ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ഓഫ് ബി എ 0.5. -60 ഡിഫറൻസ് എന്താ കിട്ടിയത്? -60 ആണ് കിട്ടിയത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? +60 എടുക്കണം. സോ നമുക്ക് 0 ഈ ഫിക്സ്ഡ് ആൻഡ് മൊമെന്റ്സ് നമ്മുടെ ഡിഫറൻസ് നെഗറ്റീവ് ആണ് കിട്ടുന്നതെങ്കിൽ ബാലൻസ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യുക? പോസിറ്റീവ് സൈൻ എടുക്കുക. അപ്പൊ +60 ഇൻറ്റു 0.5 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 30. അതുകൊണ്ട് തന്നെ ബി സിയുടെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ എന്താണ്? 0.5 ആണ്. അപ്പൊ +60 ഇൻറ്റു 0.5 ചെയ്യുമ്പോൾ എന്ത് കിട്ടി? 30 കിട്ടി. അപ്പൊ ബി എയുടെ വാല്യൂ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടറുമായിട്ട് ബാലൻസ് ചെയ്തപ്പോൾ കിട്ടിയത് 30 ആണ്. ഇനി എന്ത് ചെയ്യണം? ആ 30യുടെ ഹാഫ് എ ബിയിലേക്ക് ക്യാരി ഓവർ ചെയ്തു. അപ്പൊ 30യുടെ ഹാഫ് എന്ന് പറയുമ്പോൾ എന്താണ്? 15 എ ബിയിലേക്ക് ക്യാരി ഓവർ ചെയ്തു. ഇനി അതേ കണക്ക് തന്നെ ബി സിയിൽ കിട്ടിയ 30, അതിന്റെ ഹാഫ് എന്ത് ചെയ്തു? സി ബിയിലേക്ക് ക്യാരി ഓവർ ചെയ്തു. സി ബിയിലേക്ക് ക്യാരി ഓവർ ചെയ്ത് എഴുതിയിരിക്കുകയാണ്. ഇനി സെയിം നമുക്ക് ജോയിന്റ് സിയുടെ താഴെ വരുന്ന ഫിക്സ്ഡ് മൊമെന്റ് +60 ആൻഡ് സി ഡിയിൽ 0. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ ആ ഡിഫറൻസ് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? 60 + 0. ഇപ്പൊ +60 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഡിഫറൻസ് വാല്യൂ. അപ്പൊ +60 ആണെങ്കിൽ എന്ത് ചെയ്യണം? -60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. -60. അപ്പൊ -60 ഇൻറ്റു 0.5 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? -30. -30. ഇപ്പൊ സി ബിയിൽ -30 എന്ന ബാലൻസിങ് വാല്യൂ വന്നു. എന്നിട്ട് എന്ത് ചെയ്യണം? അതിന്റെ ഹാഫ് ബി സിയിലേക്ക് ക്യാരി ഓവർ ചെയ്തു. അപ്പൊ -30യുടെ ഹാഫ് -15. -15 ചെയ്തു. അതേ കണക്ക് സി ഡിയിലും ചെയ്തിരിക്കുകയാണ്. എന്താണ്? -60 ഇൻറ്റു 0.5 -30 ഹാഫ് ഡിയിലേക്ക് ക്യാരി ഓവർ ചെയ്തു. 30യുടെ ഹാഫ് -15 ഡി സിയിലേക്ക് ക്യാരി ഓവർ ചെയ്തിരിക്കുകയാണ്. ക്ലിയർ ആണോ ഈ സ്റ്റെപ്പ് പറഞ്ഞത്? ഈ ഫസ്റ്റ് ബാലൻസിങ്ങും ക്യാരി ഓവറും. സോ അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്യുന്നത്? സോ നമ്മൾ ഈ ബാലൻസിങ് ക്യാരി ഓവർ സ്റ്റെപ്പ് മിനിമം ഒരു 5 ടൈംസ് എങ്കിലും ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ നമുക്ക് ഇത് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടറായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0.03 അല്ലെങ്കിൽ 0.01 അല്ലെങ്കിൽ 0.02 ആ ഒരു റേഞ്ചിൽ വരുമ്പോൾ സ്റ്റോപ്പ് ചെയ്യാം. ചിലപ്പോൾ 2-3 സ്റ്റെപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ബാലൻസിങ് ഫാക്ടർ 0.02 ഒക്കെ എത്തുവാണെങ്കിൽ നമുക്ക് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഒരു മിനിമം 5 ടൈംസ് എങ്കിലും ബാലൻസിങ് ക്യാരി ഓവർ സ്റ്റെപ്പും പ്രൊസീഡ് ചെയ്യാം. സോ ഇനി എന്താ ചെയ്യുന്നത്? നമുക്കിവിടെ -15 കിട്ടി. സോ -15 കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് എന്താണ്? അത് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുവാണ്? ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. ഇവിടെ ബി എക്ക് വരുന്ന വാല്യൂ 0 ആണ്, ബി സി -15. അപ്പൊ ഡിഫറൻസ് എന്ത് വന്നു? -15 വന്നു. -15 ആണെങ്കിൽ എന്ത് ചെയ്യണം? +15 ഇൻറ്റു 0.5. +15 ഇൻറ്റു 0.5 ചെയ്യുമ്പോൾ 7.5. രണ്ടിടത്തും ബി എക്കും ബി സിക്കും താഴെ 7.5. എന്നിട്ട് എന്ത് ചെയ്യാണ്? അതിന്റെ ഹാഫ് ക്യാരി ഓവർ ചെയ്തു. 7.5ന്റെ ഹാഫ് 3.75 എ ബിയിലേക്ക് ക്യാരി ഓവർ ചെയ്തു. ബി സിയുടെ ഹാഫ് 3.75 സി ബിയിലേക്ക് ക്യാരി ഓവർ ചെയ്തു. സെയിം സ്റ്റെപ്പ് ഇവിടെയും സി ബിയുടെ താഴെ 15 ഇൻറ്റു 15ഉം 0 ആണ്. സോ ഡിഫറൻസ് വിൽ ബി പോസിറ്റീവ്. അതുകൊണ്ട് എന്ത് ചെയ്യാം? -15 ഇൻറ്റു 0.5. -15 ഇൻറ്റു 0.5 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി?
-7.5 കിട്ടും. -7.5 ബി സിയിലേക്ക് ക്യാരി ഓവർ ചെയ്തു 3.75. ഇവിടെയും അതേ കണക്ക് തന്നെ നമുക്ക് കിട്ടിയ -7.5 ഇൻറ്റു സിയുടെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ചെയ്യുമ്പോൾ -7.5 അതിന്റെ ഹാഫ് ക്യാരി ഓവർ ചെയ്തപ്പോൾ -3.75. സോ ബാലൻസിങ് ആൻഡ് ക്യാരി ഓവർ. സോ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? ആ സെയിം സ്റ്റെപ്പ് വീണ്ടും പ്രൊസീഡ് ചെയ്യണം. 3.75. സോ ഇവിടെ 0, 3.75. വീണ്ടും എന്ത് ചെയ്യണം? 3.75നെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടറായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ കിട്ടിയിരിക്കുന്നത് -3.75 ആണ് നമുക്ക് ഡിഫറൻസ് കിട്ടുന്നത്. വെച്ചാൽ ബി എയുടെ താഴെ 0, ബി സിയുടെ താഴെ -3.75. അപ്പൊ എന്ത് ചെയ്യണം? ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ 0.5 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ നമുക്ക് കിട്ടിയത് 1.875. അപ്പൊ ബി എയിലും ബി സിയിലും 1.875. അതിന്റെ ഹാഫ് എന്ത് ചെയ്തു? ബി എയുടെ ഹാഫ് എ ബിയിലേക്ക് ക്യാരി ഓവർ ചെയ്തു. 1.875ന്റെ ഹാഫ് 0.9375. അപ്പോൾ ബി സിയുടെ ഹാഫ് സി ബിയിലേക്ക് ക്യാരി ഓവർ ചെയ്തു. ഇനി ഇവിടെ സി ബിക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂ 3.75ഉം സി ഡിക്ക് 0ഉം ആണ്. സോ ഡിഫറൻസ് വിൽ ബി പോസിറ്റീവ് 3.75. അതുകൊണ്ട് എന്ത് ചെയ്തു? നെഗറ്റീവ് 3.75 ഇൻറ്റു 0.5. അപ്പൊ നെഗറ്റീവ് 3.75 ഇൻറ്റു 0.5 ചെയ്തപ്പോൾ -1.875. -1.875 ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ 0.9375. 0.9375. അപ്പൊ സി ഡിയിലും സി ഡി സിയിലും സെയിം വാല്യൂസ് തന്നെ വരുന്നു. സോ സ്റ്റെപ്സ് നമ്മൾ വീണ്ടും ചെയ്യുകയാണ്. -0.9375. അപ്പോൾ 0 ആണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന ബി എയുടെ വാല്യൂ. ഇവിടെ -9.375. അപ്പൊ ഡിഫറൻസ് നെഗറ്റീവ് ആയതുകൊണ്ട് എന്ത് ചെയ്തു? പോസിറ്റീവ് വാല്യൂ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ പോസിറ്റീവ് 0.9375 ഇൻറ്റു 0.5 ചെയ്യുമ്പോൾ 0.46875. ഇവിടെ പോസിറ്റീവ്, ഇവിടെയും 0.46875. എന്നിട്ട് എന്ത് ചെയ്തു? അതിന്റെ ഹാഫ് ക്യാരി ഓവർ ചെയ്തു. ഇപ്പൊ 0.46875ന്റെ ഹാഫ് 0.234375. ഇത്രയും ഡെസിമൽ പ്ലേസ് എഴുതിയില്ലെങ്കിലും ഒരു 2 ഡെസിമൽ പ്ലേസിൽ റൗണ്ട് ഓഫ് ചെയ്ത് എഴുതിയാൽ മതി. ഞാനിത് ഫുൾ എഴുതിയിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെയും ഇതിങ്ങോട്ട് ക്യാരി ഓവർ ചെയ്ത് എഴുതി. സോ സെയിം സ്റ്റെപ്പ് ഇവിടെ 0.9375 ആണ് വന്നിരിക്കുന്നത്. ഇപ്പൊ 0.9375ന്റെ ഇൻറ്റു 0.5 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0.46875. ഇവിടെ നമുക്ക് പോസിറ്റീവ് ആണ് ഡിഫറൻസ് വാല്യൂ കിട്ടുന്നത്. അതുകൊണ്ട് നെഗറ്റീവ് വാല്യൂ ഇട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ 0.46875നെ ക്യാരി ഓവർ ചെയ്ത് ഹാഫ് ക്യാരി ഓവർ ചെയ്ത് എഴുതുമ്പോൾ 0.234375. അപ്പോൾ ഡി സിയിലേക്ക് ക്യാരി ഓവർ ചെയ്ത് എഴുതുമ്പോഴും 0.234375. സോ നമ്മൾ വീണ്ടും സെയിം സ്റ്റെപ്സ് 2 തവണ കൂടി ചെയ്യുവാണ്. സെയിം പ്രൊസീജിയർ. സോ ആ സ്റ്റെപ്പ് ഞാൻ പറയേണ്ട ആവശ്യമുണ്ടോ? സെയിം സാധനം തന്നെയാണ് നമ്മൾ വീണ്ടും ബാലൻസിങ്ങും ക്യാരി ഓവറും കൂടി ചെയ്യുന്നത്. അപ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ വരുമ്പോൾ നമുക്ക് 15/512 എന്നാണ് വരുന്നത്. 15 ഡിവൈഡഡ് ബൈ 512. ദാറ്റ് മീൻ നമുക്ക് 0.03 വരും. അപ്പൊ 0.03 വന്നപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ സ്റ്റോപ്പ് ചെയ്യുവാണ്. അപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പോയിന്റ് വന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ വാല്യൂ വന്നു കഴിയുമ്പോൾ എന്ത് ചെയ്യേണ്ട? നമുക്ക് ഉള്ളിലേക്കുള്ള ക്യാരി ഓവർ ഫാക്ടേഴ്സ്. ഇപ്പോ നമുക്ക് എൻഡിലേക്ക് ക്യാരി ഓവർ ചെയ്യാം, എ ബിയിലേക്കും ഡി സിയിലേക്കും ക്യാരി ഓവർ ചെയ്യാം. പക്ഷെ നമുക്ക് ബീമിലേക്ക് ബി സിയിലേക്കും സി ബിയിലേക്കും ക്യാരി ഓവർ ചെയ്യരുത്. അപ്പൊ നമ്മൾ എവിടെയാണോ നമ്മൾ ബാലൻസിങ് ക്യാരി ഓവറും സ്റ്റോപ്പ് ചെയ്യാൻ പോകുന്നത്, അപ്പോൾ ആ വാല്യൂ വരുമ്പോൾ നമുക്ക് ആ ബാലൻസ് ചെയ്യുക. എന്നിട്ട് ക്യാരി ഓവർ ചെയ്യുന്നത് എൻഡിലേക്കുള്ള സപ്പോർട്ട്സിലേക്ക് മാത്രം ക്യാരി ഓവർ ചെയ്യുക. നമുക്ക് ഇന്റർമീഡിയറ്റ് സപ്പോർട്ട്സ്, ദാറ്റ് മീൻസ് ഇവിടെ നമുക്ക് ബി സിയിലും സി ബിയിലും ഈ 15 ഡിവൈഡഡ് ബൈ 512 അതിന്റെ വാല്യൂസിന്റെ ഹാഫ് നമ്മൾ ഉള്ളിലേക്ക് ക്യാരി ഓവർ ചെയ്യരുത്. ഉള്ളിലെ പോയിന്റ്സിലേക്ക് ക്യാരി ഓവർ ചെയ്യരുത്. മനസ്സിലായോ? മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ. സോ എന്നിട്ട് ആഡ് ചെയ്യണം. ഫിക്സഡ് ആൻഡ് മൊമെന്റ്സ് മുതൽ താഴത്തേക്കുള്ള വാല്യൂസ് ഫുൾ ആഡ് ചെയ്യാം. അപ്പൊ ഫിക്സഡ് ആൻഡ് മൊമെന്റ്സ് മുതൽ താഴത്തേക്കുള്ള വാല്യൂസ്.
അപ്പോൾ AB 19.99, BA വാല്യൂ 39.99, BC വാല്യൂ -39.99. അപ്പോൾ ഈ വാല്യൂവിനകത്ത് എന്തെങ്കിലും ചെറിയ വേരിയേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ സെയിം ഈക്വൽ ആയിട്ട് തന്നെ എഴുതി. ഇപ്പൊ 39.99 ഇവിടെ 40.01 എന്ന് കിട്ടിയാലും പ്രശ്നമില്ല, പക്ഷെ എഴുതുമ്പോൾ ലെഫ്റ്റിലും റൈറ്റിലും സെയിം വാല്യൂസ് തന്നെ ഇട്ട് എഴുതണം. അപ്പോൾ ശരിക്കും ഈക്വൽ വാല്യൂസ് വന്നാൽ മാത്രമേ നമ്മുടെ ഫ്രെയിം ബാലൻസ്ഡ് ആകുള്ളൂ, അല്ലെങ്കിൽ ഫ്രെയിമിനകത്ത് ചെറിയ ബെൻഡിങ്ങിനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ ഇവിടെ നമുക്ക് CB 39.99, CD -39.99, ഇവിടെ -19.99 ലാസ്റ്റ് DC വാല്യൂ. അപ്പൊ ഇവിടെ നോക്കിയാൽ കാണാം ഇതൊരു സിമെട്രിക്കൽ ഫ്രെയിം ആയിരുന്നു, അതുകൊണ്ടാണ് നമുക്ക് വാല്യൂസ് എല്ലാം സിമെട്രിക്കൽ ആയിട്ട് തന്നെ വന്നിരിക്കുന്നത്. സോ ഈ ഒരു വാല്യൂസ് ഇവിടെ 39.99, BAയുടെ വാല്യൂ 39.99, BCയുടെ വാല്യൂ -39.99. അപ്പോൾ ഇങ്ങനെ ബാലൻസ്ഡ് ആയിട്ട് കിട്ടണം. ഇങ്ങനെ ബാലൻസ്ഡ് ആയിട്ട് കിട്ടാനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബാലൻസിങ്ങും ക്യാരി ഓവറും ചെയ്തുകൊണ്ട് വരുന്നത്. അപ്പോൾ ഈ 15/512 വെച്ച് നമ്മൾ നിർത്തുന്നതെന്ന് വെച്ചാലും 15/512 ചെയ്യുമ്പോൾ തന്നെ നമുക്ക് 0.03 വന്നു. 0.03 നമുക്ക് 0.01 വരുവാണെങ്കിൽ അവിടെ വെച്ച് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം, അല്ലെങ്കിൽ 0.03, 0.04, 0.05 ഈ ഒരു റേഞ്ച് കിട്ടുമ്പോൾ തന്നെ നമുക്ക് ഈ ബാലൻസിങ്ങും ക്യാരി ഓവർ സ്റ്റെപ്പും സോൾവ് ചെയ്യാം, അല്ല സ്റ്റോപ്പ് ചെയ്യാം. ഇപ്പോ നമുക്കൊരു 5 സ്റ്റെപ്സ് ചെയ്തിട്ടും നമുക്ക് ഇങ്ങനെ 0.02 ആ റേഞ്ച് അല്ലെങ്കിൽ 0.03 റേഞ്ച് വന്നില്ലെങ്കിൽ ഒരു 5 സ്റ്റെപ്പ് ചെയ്തിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അങ്ങനെ ഇൻഡെഫിനിറ്റ് ആയിട്ടൊന്നും ചെയ്തു പോകേണ്ട കാര്യമില്ല. ഓക്കെ, ക്ലിയർ ആണോ? Sir. സോ നെക്സ്റ്റ് നമുക്ക് ഇതിന്റെ ഒരു ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കണം, BMT. സോ BMT വരയ്ക്കാനായിട്ട് നമ്മൾ ഇത്രയും കാലം ചെയ്തത് കണക്ക് തന്നെ എന്ത് ചെയ്യണം, 2 സ്റ്റെപ്പ് ആയിട്ട് വരയ്ക്കണം. എന്തായിരുന്നു നമ്മുടെ 2 സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാനായിട്ട് 2 സ്റ്റെപ്പ് ഫോളോ ചെയ്യുമായിരുന്നു. ഫ്രീ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം, പിന്നെ നമുക്ക് സപ്പോർട്ട്സിൽ കിട്ടിയ വാല്യൂസ് വെച്ചിട്ടുള്ള ബെൻഡിങ് മൊമെന്റ് വാല്യൂസ് മാർക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെയും നമ്മൾ സെയിം സ്റ്റെപ്പ് ആണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഫ്രീ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാനായിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഗീവൺ ഫ്രെയിമില് കോളത്തിൽ എന്തെങ്കിലും ലോഡ് ആക്ട് ചെയ്യുന്നുണ്ടോ? കോളത്തിൽ എന്തെങ്കിലും ലോഡ്സ് ആക്ട് ചെയ്യുന്നില്ലായിരുന്നു. അപ്പൊ നമുക്ക് ഫ്രീ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം കോളത്തിൽ ഉണ്ടാകില്ല. ലോഡ് ആക്ട് ചെയ്യുന്ന പോയിന്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ നമ്മൾ ഫ്രീ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് എന്തായിരിക്കും, ഫ്രീ ബെൻഡിങ് മൊമെന്റ് വാല്യൂസ് 0 ആയിരിക്കും, ഫ്രീ ബെൻഡിങ് മൊമെന്റ് വാല്യൂസ് ഉണ്ടാവത്തില്ല. സോ 1 സെക്കൻഡ്, ഞാൻ ഡ്രോ ചെയ്യാൻ ജാംബോർഡ് ഒന്ന് ഓപ്പൺ ചെയ്യട്ടെ. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഒരു ബേസ് ലൈൻ വരയ്ക്കണം. അപ്പോൾ ബേസ് ലൈൻ വരയ്ക്കുന്നത് നമ്മുടെ ഫ്രെയിമിന്റെ അതേ ഷേപ്പിലാണ് ബേസ് ലൈൻ വരുന്നത്. ബിയും വരയ്ക്കുമ്പോൾ എന്താണ്, നമ്മുടെ ഹൊറിസോണ്ടൽ ലൈൻ ആണ് വരച്ചത്. അപ്പൊ ഫ്രെയിം ആകുമ്പോൾ ഫ്രെയിമിന്റെ അതേ ലെങ്തിലായിരിക്കും നമ്മൾ ബേസ് ലൈൻ വരയ്ക്കുന്നത്. സോ ഇതാണ് നമ്മൾ ഫ്രെയിമിന്റെ ബേസ് ലൈൻ. അപ്പോൾ ഫ്രീ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാൻ എന്ത് ചെയ്യണം, ഈ ബേസ് ലൈനിന്റെ ടോപ്പിൽ പോസിറ്റീവ് വാല്യൂസ് കൊടുക്കുക. ബേസ് ലൈനിന്റെ ടോപ്പ് സർഫസിൽ പോസിറ്റീവ് വാല്യൂസ് കൊടുക്കുക. ബേസ് ലൈനിന്റെ താഴെ വരുന്നതെല്ലാം നെഗറ്റീവ് വാല്യൂ.
ഇത് A, B, C and D. സോ നമുക്കറിയാം ബി സിയിൽ മാത്രമേ എന്തുള്ളൂ, ഒരു എക്സ്റ്റേണൽ ലോഡ് ഉള്ളൂ, ഒരു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ഓഫ് 20 kilonewton per meter ആക്ടിങ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 6 meters. ഇത് നമുക്ക് ബി സിയിൽ മാത്രമേ ഉള്ളൂ. അപ്പോ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആണെങ്കിൽ നമ്മുടെ ഫ്രീ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന്റെ ഷേപ്പ് എന്തായിരിക്കും? യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആണെങ്കിൽ ഫ്രീ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന്റെ ഷേപ്പ് പാരബോള. സോ ഈ പാരബോളയുടെ മാക്സിമം മൊമെന്റ് വാല്യൂ എത്ര ആയിരിക്കും വരുന്നത്? അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ എന്തായിരുന്നു? മാക്സിമം മൊമെന്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ WL square by 8. അപ്പോൾ W 20 into 6 square divided by 8. 20 into 6 square by 8 ചെയ്യുമ്പോൾ 90 kilonewton meter കിട്ടും. 90 kilonewton meter moment. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് ഇതിന്റെ മൊമെന്റ് പോയിന്റ്സിന്റെ എ പോയിന്റ്, ബി പോയിന്റ്, സി പോയിന്റ് ആൻഡ് ഡി പോയിന്റിന്റെ മൊമെന്റ് വാല്യൂസ് മാർക്ക് ചെയ്യണം ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിൽ. അപ്പൊ നമുക്ക് എ ബിയിൽ മൊമെന്റ് എങ്ങനെ ആക്ട് ചെയ്യുന്നത് നോക്കാം. എ ബി വാല്യൂസ് ഓർക്കുന്നുണ്ടോ? എ ബിയിലേക്ക് മൊമെന്റ് വാല്യൂസ് final moments. So എ ബിയിൽ നമുക്ക് 19.99 എന്നുള്ള മൊമെന്റ് വാല്യൂ ആണ് കിട്ടിയത്. പോസിറ്റീവ് 19.99. ഈ പോസിറ്റീവ് 19.99 ആണെങ്കിൽ നമ്മൾ ക്ലോക്ക് വൈസ് ആയിട്ടാണോ ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടാണോ മാർക്ക് ചെയ്യുന്നത്? സോ നമ്മൾ ഫൈനൽ മൊമെന്റ്സ് പോസിറ്റീവ് ആയിട്ടാണ് കിട്ടുന്നതെങ്കിൽ ക്ലോക്ക് വൈസ് മൊമെന്റ് ആയിട്ട് എടുക്കുക. ഫൈനൽ മൊമെന്റ് നെഗറ്റീവ് വാല്യൂ ആണ് കിട്ടുന്നതെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ്സ് ആയിട്ട് എടുക്കുക. സോ നമുക്ക് എ ബിയിൽ കിട്ടിയിരിക്കുന്നത് പോസിറ്റീവ് മൊമെന്റ് ആണ്. അതേ കണക്ക് തന്നെ എ ബിയിൽ കിട്ടിയിരിക്കുന്ന പോസിറ്റീവ്, ബി എയിൽ കിട്ടിയിരിക്കുന്ന പോസിറ്റീവ്. ഇനി നോക്കിക്കേ, ബി സിയിലും നെഗറ്റീവ്, സി ബിയിൽ പോസിറ്റീവ്. അതാണ് പിന്നെ സി ഡിയിലെ നെഗറ്റീവ്, ഡി സിയിലും നെഗറ്റീവ് മൊമെന്റ്സ്. അപ്പോൾ നെഗറ്റീവ് മൊമെന്റ്സ് ആന്റി ക്ലോക്ക് വൈസിൽ വരയ്ക്കുക, പോസിറ്റീവ് മൊമെന്റ് ക്ലോക്ക് വൈസിൽ വരയ്ക്കുക. അപ്പോൾ നമുക്ക് എ ബിയിലും ബി എയിലും കിട്ടിയിരിക്കുന്നത് പോസിറ്റീവ് മൊമെന്റ്സ് ആണ്. അപ്പൊ പോസിറ്റീവ് മൊമെന്റ്സ് ആകുമ്പോൾ എന്ത് ചെയ്യുക? ക്ലോക്ക് വൈസ് മൊമെന്റ് ആയിട്ട് വരയ്ക്കുക. ക്ലോക്ക് വൈസ് മൊമെന്റ്സ്. സോ നമുക്ക് ആദ്യം എ ബി നോക്കാം. എ ബിയിൽ എന്താണ് കിട്ടിയത്? പോസിറ്റീവ് വാല്യൂ ആണ് കിട്ടിയത്. അപ്പോൾ എന്ത് ചെയ്യണം? ക്ലോക്ക് വൈസ് മൊമെന്റ് വരയ്ക്കണം. ക്ലോക്ക് വൈസ് മൊമെന്റ്. സോ ഇനി ബി എയിൽ കിട്ടിയത് എന്താണ്? അതും നമുക്ക് പോസിറ്റീവ് വാല്യൂ ആണ് കിട്ടിയത്. അപ്പൊ എന്ത് ചെയ്യാം? അവിടെയും ക്ലോക്ക് വൈസ് മൊമെന്റ്. ഈ വരച്ചേക്കുന്ന മനസ്സിലായോ? എ ബിയിൽ നമുക്ക് പോസിറ്റീവ് വാല്യൂ ആണ് കിട്ടിയത്, അപ്പൊ ക്ലോക്ക് വൈസ് വരച്ചു. ഇനി ബി എയിൽ നമുക്ക് എന്താ കിട്ടിയത്? പോസിറ്റീവ് വാല്യൂ ആണ് കിട്ടിയത്, അപ്പൊ അവിടെയും ക്ലോക്ക് വൈസ് മൊമെന്റ് വരച്ചു. മനസ്സിലായോ? എല്ലാവർക്കും ക്ലിയർ ആണോ പറഞ്ഞത്? ക്ലിയർ ആണോ? Sir.
ഇനി നോക്കിക്കേ, എ എന്ന് പറഞ്ഞ പോയിന്റിൽ ആക്ട് ചെയ്യുന്ന മൊമെന്റ് കൊണ്ട് ഈ ബീം എങ്ങനെയാണ്, ഉള്ളിലേക്കാണോ ബെൻഡ് ചെയ്യുക, ഔട്ട്വേർഡ് ആണോ ബെൻഡ് ചെയ്യുക? എ എന്ന് പറഞ്ഞ പോയിന്റ്, സോ ഈ മൊമെന്റ് വന്ന് ഈ പോയിന്റിൽ സ്ട്രൈക്ക് ചെയ്തു. സ്ട്രൈക്ക് ചെയ്യുമ്പോൾ എ എന്ന് പറഞ്ഞ പോയിന്റ് എന്ത് ചെയ്യും? ഇറ്റ് ബെൻഡ് ഇൻവേർഡ്സ്, അകത്തേക്കാണ് ബെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അകത്തേക്ക് ബെൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്തായിരുന്നു എടുക്കുന്നത്? ഉള്ളിലേക്ക്, ഫ്രെയിമിന്റെ ഉള്ളിലേക്ക് എഫക്റ്റ് കൊണ്ട് ബെൻഡ് ചെയ്യുന്നെങ്കിൽ എ എന്ന് പറഞ്ഞ പോയിന്റ് നമുക്ക് ഡെവലപ്പ് ചെയ്യുന്നത് പോസിറ്റീവ് മൊമെന്റ് ആണ് ഡെവലപ്പ് ചെയ്യുന്നത്. എയിൽ ഡെവലപ്പ് ചെയ്യുന്നത് പോസിറ്റീവ് മൊമെന്റ് ആണ്, അതായത് സാഗിങ് ആണ് കോസ് ചെയ്യുന്നത്. അപ്പൊ ഉള്ളിലേക്ക് ബെൻഡ് ചെയ്യുകയാണെങ്കിൽ, ഫ്രെയിമിന്റെ ഉള്ളിലേക്ക് ബെൻഡ് ചെയ്യുകയാണെങ്കിൽ അത് ഫ്രെയിമിൽ സാഗിങ് ആയിരിക്കും കോസ് ചെയ്യുന്നത്. സാഗിങ് മൊമെന്റ്സ് ആർ ടേക്കൺ ആസ് പോസിറ്റീവ് മൊമെന്റ്സ്. ഇവിടെ നോക്കി, ബി എന്ന് പറഞ്ഞ സപ്പോർട്ടിലേക്ക് മൊമെന്റ് ആക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാണ്? ഈ കോളം ഔട്ട്വേർഡ്, ഫ്രെയിമിന്റെ പുറത്തേക്കാണ് ബെൻഡ് ചെയ്യുന്നത്. ഫ്രെയിമിന്റെ ഔട്ട്വേർഡ് ബെൻഡ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഹോഗിങ് ആണ് കോസ് ചെയ്യുന്നത്. ഫ്രെയിമിന്റെ പുറത്തേക്ക് ബെൻഡ് ചെയ്യുകയാണെങ്കിൽ ഹോഗിങ് മൊമെന്റ് ആണ്. ഹോഗിങ് മൊമെന്റ് ആർ ടേക്കൺ ആസ് നെഗറ്റീവ്. അപ്പോ ബി എന്ന് പറഞ്ഞ പോയിന്റിൽ മൊമെന്റ് ആക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാണ്? ഫ്രെയിം, ഈ പറയുന്ന കോളം ഔട്ട്വേർഡ്, ഫ്രെയിമിന്റെ പുറത്തേക്കാണ് ബെൻഡ് ചെയ്യുന്നത്. അപ്പൊ ഔട്ട്വേർഡ് ബെൻഡ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഹോഗിങ് ആണ് കോസ് ചെയ്യുന്നത്. ഹോഗിങ് മൊമെന്റ്സ് ആർ ടേക്കൺ ആസ് നെഗറ്റീവ്. ഹോഗിങ് മൊമെന്റ്സ് ആർ ടേക്കൺ ആസ് നെഗറ്റീവ്. അപ്പൊ നമുക്കിപ്പോ ഈ ബെൻഡിങ് ഈ പറഞ്ഞ ക്ലിയർ ആണോ? ഹോഗിങ് മൊമെന്റ് എന്നൊക്കെ പറഞ്ഞത്, സാഗിങ്ങും ഹോഗിങ്ങും എങ്ങനെയാണ് കോളത്തിൽ എടുത്തതെന്ന് ക്ലിയർ ആണോ? സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഫ്രെയിമിൽ എന്താ ചെയ്യേണ്ടത്? ഈ ഫ്രെയിമിന്റെ ബേസ് ലൈനിന് മുകളിൽ എന്ത് ചെയ്യുക? നെഗറ്റീവ് വാല്യൂസ് മാർക്ക് ചെയ്യുക, ഉള്ളില് പോസിറ്റീവ് വാല്യൂസ് മാർക്ക് ചെയ്യുക. അതാണെങ്കിൽ ഇവിടെ മുകളിൽ നെഗറ്റീവ് വാല്യൂസ്, താഴെ പോസിറ്റീവ് വാല്യൂസ്. മുകളിൽ നെഗറ്റീവ്, താഴെ പോസിറ്റീവ് വാല്യൂസ്. അപ്പൊ അങ്ങനെയായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഫൈനലിൽ കിട്ടിയിരിക്കുന്ന എൻഡിലെ മൊമെന്റ് വാല്യൂസ് മാർക്ക് ചെയ്യുന്നത്. അപ്പൊ എയിൽ കിട്ടിയ എന്താണ്? പോസിറ്റീവ് വാല്യൂ ആണ്, പോസിറ്റീവ് 19.99. അപ്പോൾ ബേസ് ലൈൻ ഇങ്ങോട്ട് 19.99 മാർക്ക് ചെയ്യാം. ഇവിടെ കിട്ടിയ എന്താണ്? നെഗറ്റീവ് വാല്യൂ ആണ് കിട്ടിയത്, നെഗറ്റീവ് 39.99. അപ്പൊ ഇങ്ങോട്ട് നെഗറ്റീവ് 39.99 മാർക്ക് ചെയ്യാം. സോ ഈ രണ്ട് ലൈൻസും തമ്മിൽ ജോയിൻ ചെയ്തു. സോ മനസ്സിലായോ എങ്ങനെയാണ് എ ബിയിലെ ഫൈനൽ മൊമെന്റ് വരച്ചതെന്ന്? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. അടുത്ത സ്റ്റെപ്പ് പറയാമോ? അടുത്ത സ്റ്റെപ്പ് പറയാമോ? ഷെയറിംഗ് പോയി. 1 second. So 1 second, നെറ്റ്വർക്ക് സ്ലോ ആയപ്പോ അത് സ്ലോ ആയതാണ്. ഞാനിപ്പം ലോഡ് ചെയ്യാം. 1 second. ഞാൻ അത്രയും പറഞ്ഞ സ്റ്റെപ്പ് ക്ലിയർ ആയിരുന്നു? ബെൻഡിങ് മൊമെന്റിന്റെ കോളംസ് വരയ്ക്കുന്ന സ്റ്റെപ്പ്, കോളത്തിന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം വരയ്ക്കുന്ന സ്റ്റെപ്പ്. നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം.
ഈ പ്രസന്റേഷൻ ലോഡ് ആവാൻ ഇച്ചിരി സമയം എടുക്കുമെന്ന് തോന്നുന്നു. പ്രസന്റേഷൻ ലോഡ് ആയിട്ടുണ്ടോ? ഹലോ, പ്രസന്റേഷൻ ലോഡ് ആയിട്ടുണ്ടോ? ഓക്കെ. അപ്പൊ ഇത്രയും പറഞ്ഞ സ്റ്റെപ്പ് ക്ലിയർ ആണോ? എനിക്ക് അടുത്ത സ്റ്റെപ്പ് പറയാമോ? സോ നമ്മൾ അടുത്തത് ബി സി എന്ന് പറഞ്ഞ ബീം പോർഷൻ നോക്കുകയാണ്. ബി സി. അത് വരയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ബി സി ഫൈനൽ മൊമെന്റ് എന്താന്ന് ഓർക്കുന്നുണ്ടോ? ബി സിയിൽ നമുക്ക് കിട്ടിയ മൊമെന്റ് വാല്യൂ -39.9 ആണ്. -39.9 ആണെങ്കിൽ ക്ലോക്ക് വൈസ് ആണോ ആന്റി ക്ലോക്ക് വൈസ് ആണോ നമ്മൾ ഡ്രോ ചെയ്യേണ്ടത്? -39.99 ബി സി. അപ്പോ എന്താണ്? ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് വരച്ചു. ഇനി സി ബിയിൽ എന്താണ്? 39.9 പ്ലസ് 39.99 പ്ലസ് 39.99 ആണെങ്കിൽ ക്ലോക്ക് വൈസ് ആയിട്ട് വരച്ചു. ക്ലോക്ക് വൈസ്. സോ ഇത് രണ്ടിന്റെയും എഫക്ട് എന്താണ്? ഇറ്റ് വിൽ ബെൻഡ് ദ ബീം അപ്വേർഡ്സ്. ബീം എന്താണ്? മുകളിലേക്കാണ് ബെൻഡ് ചെയ്യുന്നത്. സോ വെൻ ദ ബീം ഈസ് ബെൻഡിങ് ഔട്ട്വേർഡ്സ്, ഫ്രെയിമിന്റെ പുറത്തേക്ക് ബെൻഡ് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും? ഇറ്റ് വിൽ കോസ് ഹോഗിങ് മൊമെന്റ്, ആൻഡ് ഹോഗിങ് മൊമെന്റ് ആർ ടേക്കൺ ആസ് നെഗറ്റീവ് മൊമെന്റ്. അപ്പൊ ഹോഗിങ് മൊമെന്റ് ആണ് കോസ് ചെയ്യുന്നത്. രണ്ട് സൈഡിലും എന്താണ്? രണ്ട് സൈഡിലെ മൊമെന്റിന്റെ എഫക്റ്റ് കൊണ്ട് ബീം ഔട്ട്വേർഡ് ആണ് ബെൻഡ് ചെയ്യുന്നത്. അപ്പൊ ഫ്രെയിമിന്റെ പുറത്തേക്ക് ബെൻഡിങ് ആണെങ്കിൽ നെഗറ്റീവ് ബെൻഡിങ് മൊമെന്റ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഹോഗിങ് മൊമെന്റ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഹോഗിങ് മൊമെന്റ് ആർ ടേക്കൺ ആസ് നെഗറ്റീവ്. അപ്പൊ നമുക്കറിയാം രണ്ടിടത്തും മൊമെന്റ് വാല്യൂ 39.99 ആണ്. നെഗറ്റീവ് ആണ്. നെഗറ്റീവ് മൊമെന്റ് ആണ് കോസ് ചെയ്യുന്നത്. അപ്പോ ബിന്ന് മുകളിലേക്ക് 39.99, സിന്ന് മുകളിലേക്കും 39.99. എന്നിട്ട് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. സ്ട്രെയിറ്റ് ലൈൻ. അപ്പൊ ഇവിടെ നിങ്ങൾ വാല്യൂസ് മാർക്ക് ചെയ്യണം. 39.99, ഇവിടെ 39.99. ഇനി ലാസ്റ്റ് നമ്മൾ സി ഡി എന്ന് പറഞ്ഞ പോർഷൻ ചെക്ക് ചെയ്യാണ്. സി ഡി പോർഷൻ. സി ഡിയിലെ മൊമെന്റ് എത്രയാന്ന് ഓർക്കുന്നുണ്ടോ? സി ഡിയിൽ കിട്ടിയ മൊമെന്റ് -39.99. അപ്പോ -39.99 എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും മാർക്ക് ചെയ്യുന്നത്? ക്ലോക്ക് വൈസ് ആണോ ആന്റി ക്ലോക്ക് വൈസ് ആണോ? -39.99 എന്ന് പറയുമ്പോൾ കണ്ടേ ഇവിടെ ഇങ്ങനെ ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് മാർക്ക് ചെയ്തു 39.99. ഇനി ഡി സിയിൽ കിട്ടിയ മൊമെന്റ് വാല്യൂ -19.99. -19.99 അത് വീണ്ടും എന്താണ്? ആന്റി ക്ലോക്ക് വൈസ് ആണ്. 19.99.
സോ ഇതിന്റെ എഫക്ട്സ് ഒക്കെ എങ്ങനെ വരും? അപ്പോൾ ഈ മുകളിൽ വരുന്ന മൊമെന്റ് വാല്യൂ, മൊമെന്റ് ഒന്ന് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ എന്താണ്, ഇത് പുറത്തേക്കാണ് ബെൻഡ് ചെയ്യുന്നത്. ഫ്രെയിമിന് പുറത്തേക്കാണ് ബെൻഡിങ്ങിന് പോസിബിലിറ്റി ഉള്ളത്. ഫ്രെയിമിന് പുറത്തേക്കാണ് ബെൻഡിങ് എങ്കിൽ എന്തായിരിക്കും? സോ ഈ മൊമെന്റ് ഒന്ന് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ എന്താണ്, ഈ ഫ്രെയിം പുറത്തേക്കാണ് ബെൻഡ് ചെയ്യുന്നത്. പുറത്തേക്കാണ് ബെൻഡിങ് എങ്കിൽ നെഗറ്റീവ് ബെൻഡിങ് മൊമെന്റ് ആണ്. അപ്പോൾ ഡി എന്ന് പറഞ്ഞ പോയിന്റിൽ നോക്കിക്കേ, ഡിയിലെ മൊമെന്റ് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ഫ്രെയിം എങ്ങനെയാണ്, ഉള്ളിലേക്കാണ് ബെൻഡ് ചെയ്യുന്നത്. ഉള്ളിലേക്കാണ്, ഫ്രെയിമിന്റെ ഉള്ളിലേക്കാണ്, ഇൻവേർഡ് ആണ് ബെൻഡ് ചെയ്യുക. അപ്പോൾ ഇൻവേർഡ് ബെൻഡിങ് ആണെങ്കിൽ അത് പോസിറ്റീവ് ബെൻഡിങ് ആണ്, പോസിറ്റീവ് ബെൻഡിങ്. അപ്പോൾ നമുക്ക് സി എന്ന് പറഞ്ഞ പോയിന്റിൽ നെഗറ്റീവ് ആണ് കിട്ടിയത് 39.99. ഡി എന്ന് പറഞ്ഞ പോയിന്റിൽ നമുക്ക് സാഗിങ് ആണ് കോസ് ചെയ്തത്. സാഗിങ് ആകുമ്പോൾ പോസിറ്റീവ് ആണ്, പോസിറ്റീവ് ബെൻഡിങ് ആണ്. സോ രണ്ട് ലൈൻസും തമ്മിൽ ജോയിൻ ചെയ്യാം. സോ ദിസ് വിൽ കോസ് ദ ഫൈനൽ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. ക്ലിയർ ആണോ? ഫൈനൽ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരച്ചത് ക്ലിയർ ആണോ? ഓക്കെ, എങ്കിൽ നമുക്ക് ഷെയ്ഡ് ചെയ്യേണ്ട പോർഷൻസ്. അപ്പോൾ ഈ റീജിയൻസ് ഫുൾ ആയിട്ട് നമുക്ക് ഷെയ്ഡ് ചെയ്യാം, ബിക്കോസ് ഇവിടെ നമുക്ക് ആ സപ്പോർട്ട്സിലെ മൊമെന്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ റീജിയൻ ഫുള്ള് നമുക്ക് ഫൈനൽ ബെൻഡിങ് മൊമെന്റിൽ വരുന്നതാണ്. ഇനി നമുക്ക് രണ്ട് ബെൻഡിങ് മൊമെന്റ്സ് മീറ്റ് ചെയ്യുന്ന പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാണ്, ഈ പോർഷൻ കൺസിഡർ ചെയ്യണം, ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടു ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാംസ്. അപ്പൊ ഞാൻ ഈ ഷെയ്ഡ് ചെയ്തേക്കുന്ന റീജിയൻസ് ആണ് നമ്മുടെ ഫൈനൽ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. തന്നിരിക്കുന്ന ഫ്രെയിമിന്റെ ഫൈനൽ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. ക്ലിയർ ആണോ? ഫൈനൽ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ ഷിയർ ഫോഴ്സ് ഡയഗ്രാം ചോദിച്ചിട്ടില്ല, പക്ഷെ ഷിയർ ഫോഴ്സും കൂടി ഞാൻ ചെയ്യിപ്പിക്കുകയാണ്, ബിക്കോസ് നമുക്ക് ചിലപ്പോൾ എക്സാമിന് ഡ്രോ ദ BMD ആൻഡ് SFD എന്ന് പറഞ്ഞാണ് യൂഷ്വലി യൂണിവേഴ്സിറ്റി എക്സാമിന് കണ്ടിട്ടുള്ളത്. ഡ്രോ ദ BMD ആൻഡ് SFD ഓഫ് എ ഫ്രെയിം, അങ്ങനെയാണ് യൂഷ്വലി ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്. അപ്പോൾ ഷിയർ ഫോഴ്സ് ഡയഗ്രാം നമ്മൾ നേരത്തെ പഠിച്ച അതേ മെത്തേഡ് തന്നെയാണ്, ഒരു വ്യത്യാസവും ഇല്ല, സെയിം പ്രൊസീജിയർ തന്നെയാണ്. അപ്പൊ നോക്കാം, നമുക്ക് ആദ്യം കോളത്തിന്റെ ആണ് കൺസിഡർ ചെയ്യുന്നത്, കോളം AB. അപ്പൊ നമുക്കറിയാം നമ്മൾ ഏതൊക്കെ ഇക്വിലിബ്രിയം ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ടാണ് ഷിയർ ഫോഴ്സ് ഡയഗ്രാംസ് വരയ്ക്കുന്നത്. ഷിയർ ഫോഴ്സ് ഡയഗ്രാം. അപ്പോൾ നമുക്ക് ആദ്യം കോളം AB ആണ് കൺസിഡർ ചെയ്യുന്നത്, കോളം AB. അപ്പോൾ AB എന്ന് പറഞ്ഞ കോളത്തിൽ നമുക്ക് എന്തില്ല, എക്സ്റ്റേണൽ ഫോഴ്സസ് ഒന്നും ആക്ട് ചെയ്യുന്നില്ല. പിന്നെന്താണ്, നമുക്ക് എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നുമില്ല, പക്ഷെ നമുക്ക് എന്തുണ്ട്, മൊമെന്റ്സ് ഉണ്ട്. A എന്ന് പറഞ്ഞ പോയിന്റിൽ നമുക്കൊരു മൊമെന്റ് ഉണ്ട്, B എന്ന് പറഞ്ഞ പോയിന്റിലും നമുക്ക് മൊമെന്റ് ഉണ്ട്. പിന്നെ A എന്ന് പറഞ്ഞ പോയിന്റിൽ എന്താണ്, ഫിക്സഡ് സപ്പോർട്ട് ആണ്. ഫിക്സഡ് സപ്പോർട്ട് ആകുമ്പോൾ എന്താണ്, നമുക്ക് എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഇനി അതേ കണക്കിന് B എന്ന് പറഞ്ഞ പോയിന്റ് എന്താണ്, ഒരു ജോയിന്റ് ആണ്. അപ്പൊ അവിടെയും നമുക്കൊരു റിയാക്ഷൻ ഡെവലപ്പ് ചെയ്യും. അപ്പൊ A എന്ന് പറഞ്ഞ പോയിന്റിലും B എന്ന് പറഞ്ഞ പോയിന്റിലും നമുക്ക് എന്തുണ്ടാവും, ഹൊറിസോണ്ടൽ റിയാക്ഷൻസ് ഉണ്ടാവും. A എന്ന് പറഞ്ഞ പോയിന്റിൽ ഹൊറിസോണ്ടൽ റിയാക്ഷൻ വരാൻ കാര്യം ബിക്കോസ് അതൊരു ഫിക്സഡ് സപ്പോർട്ട് ആണ്. ഫിക്സഡ് സപ്പോർട്ടിലാകുമ്പോൾ വെർട്ടിക്കലും ഹൊറിസോണ്ടലും മൊമെന്റും ഉണ്ടാവും. ഇനി B എന്ന് പറഞ്ഞ പോയിന്റ് എന്താണ്, ഒരു ജോയിന്റ് ആയിരുന്നു. ആ ജോയിന്റിൽ നമുക്ക് എന്ത് ഡെവലപ്പ് ചെയ്യും, ഒരു ഹൊറിസോണ്ടൽ ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും. അപ്പൊ അതാണ് HA ഹൊറിസോണ്ടൽ ഫോഴ്സ് ആൻഡ് HB ഹൊറിസോണ്ടൽ ഫോഴ്സ്. ഇനി നമുക്ക് A എന്ന് പറഞ്ഞ പോയിന്റിൽ ഡെവലപ്പ് ചെയ്ത മൊമെന്റ് ആണ് ഈ വരച്ചിരിക്കുന്നത്. A എന്ന് പറഞ്ഞ പോയിന്റിൽ ഡെവലപ്പ് ചെയ്ത മൊമെന്റ് 19.99 പോസിറ്റീവ്, അതാണ് ക്ലോക്ക് വൈസ് ആയിട്ട് വരച്ചിരിക്കുന്നത്. B എന്ന് പറഞ്ഞ പോയിന്റ് നമുക്ക് ഡെവലപ്പ് ചെയ്തത് ഒരു നെഗറ്റീവ് മൊമെന്റ്, പോസിറ്റീവ് മൊമെന്റ് 39.99 എന്നൊരു പോസിറ്റീവ് മൊമെന്റ് ആണ്. അതുകൊണ്ടാണ് ഇതും ക്ലോക്ക് വൈസ് ആയിട്ട് വരച്ചിരിക്കുന്നത്. പക്ഷെ ഈ പോസിറ്റീവ് മൊമെന്റ് ഇവിടെ ഒന്ന് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ എന്താണ്, ഇറ്റ് വിൽ കോസ് ഹോഗിങ്. ഇവിടെ ഒന്ന് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ എന്താണ്, ഈ കോളം പുറത്തേക്ക് നമുക്കത് നെഗറ്റീവ് മൊമെന്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഫ്രെയിമിന്റെ ഔട്ട്വേർഡ് പുറത്തേക്ക് ബെൻഡ് ചെയ്യുന്നതുകൊണ്ട് ഇറ്റ് വിൽ കോസ് എ നെഗറ്റീവ് ബെൻഡിങ് മൊമെന്റ്.
സോ ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ഇക്വിലിബ്രിയം ഇക്വേഷൻ എടുക്കുവാണ്. സം ഓഫ് മൊമെന്റ് അബൌട്ട് ബി ഇസ് ഈക്വൽ ടു 0 എന്നൊക്കെയാണ് നമ്മൾ യൂഷ്വലി ചെയ്യുന്നത്. പക്ഷെ നമുക്കിവിടെ സം ഓഫ് മൊമെന്റ് അബൌട്ട് ബി ഇസ് ഈക്വൽ ടു 0 അല്ല. നമുക്ക് ബി എന്ന് പറഞ്ഞ പോയിന്റിൽ എന്തുണ്ട്, ഒരു മൊമെന്റ് വാല്യൂ ഉണ്ട് 39.99. അത് ഹോഗിങ് കോസ് ചെയ്യുന്നതുകൊണ്ട് എന്ത് ചെയ്തു, മൈനസ് 39.99. അപ്പൊ സം ഓഫ് മൊമെന്റ് അബൌട്ട് ബി ഇസ് ഈക്വൽ ടു മൈനസ് 39.99. ഇനി എന്താ ചെയ്തേ, സം ഓഫ് മൊമെന്റ് അബൌട്ട് ബി എഴുതി. അപ്പോൾ എച്ച് എ ഇൻറ്റു ഡിസ്റ്റൻസ്, ഡിസ്റ്റൻസ് അബൌട്ട് ബി എന്ന് വെച്ചാൽ ഈ ഡിസ്റ്റൻസ് 6, പിന്നെ എയിലെ മൊമെന്റ് പോസിറ്റീവ് ആണ് കോസ് ചെയ്യുന്നത്. അപ്പൊ എച്ച് എ ഇൻറ്റു 6 പ്ലസ് 19.99 ഇസ് ഈക്വൽ ടു മൈനസ് 39.99. അവിടെ നിന്ന് എച്ച് എയുടെ വാല്യൂ കിട്ടി. ഇനി ഇത് സം ഓഫ് ഹൊറിസോണ്ടൽ ഫോഴ്സ് ആർ ഈക്വൽ ടു 0, സിഗ്മ എച്ച് ഈസ് ഈക്വൽ ടു 0 എന്നുള്ള ഇക്വിലിബ്രിയം ഇക്വേഷൻ. അപ്പൊ എച്ച് എ പ്ലസ് എച്ച് ബി, നമുക്ക് വേറെ ഹൊറിസോണ്ടൽ ഫോഴ്സസ് ഒന്നുമില്ല. അപ്പൊ എച്ച് എ പ്ലസ് എച്ച് ബി ഇസ് ഈക്വൽ ടു 0. അപ്പോൾ എച്ച് എയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, നമുക്ക് അവിടെ നിന്ന് എച്ച് ബിയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തു. ക്ലിയർ ആണോ? എച്ച് എ വാല്യൂ മൈനസ് 9.99, എച്ച് ബി വാല്യൂ പ്ലസ് 9.9. അത് നമുക്ക് വേണമെങ്കിൽ 10 ആയിട്ടൊക്കെ എഴുതാം. ക്ലിയർ ആണോ? അതോ ഡൗട്ട്സ് ഉണ്ടോ? സോ നെക്സ്റ്റ് ബി സി സ്പാൻ. ബി സിയിലാകുമ്പോൾ എന്ത് ചെയ്തു, ബിയിലും സിയിലും രണ്ട് വെർട്ടിക്കൽ റിയാക്ഷൻസ് നമ്മൾ എഴുതി. ബിക്കോസ് എന്താണ്, ഈ പറയുന്ന ബി പോയിന്റിലും സി പോയിന്റിലും കോളംസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ കോളംസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആ ബീമില്, ബി എന്ന് പറഞ്ഞ പോയിന്റും സി എന്ന് പറഞ്ഞ പോയിന്റും. ഇറ്റ് വിൽ കോസ് എ വെർട്ടിക്കൽ റിയാക്ഷൻ. സോ വി ബി ആൻഡ് ബി സി വെർട്ടിക്കൽ റിയാക്ഷൻ. ഈ ബി എന്ന് പറഞ്ഞ പോയിന്റ് നമ്മൾ ഡെവലപ്പ് ചെയ്ത മൊമെന്റ് ആണ് 39.99. അപ്പോൾ എന്താണ് 39.99 നെഗറ്റീവ് മൊമെന്റ് ആണ്, അതുകൊണ്ടാണ് ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് വരച്ചിരിക്കുന്നത്. ഈ സി എന്ന് പറഞ്ഞ പോയിന്റ് സി ബിയിൽ ഡെവലപ്പ് ചെയ്ത് പ്ലസ് 39.99 ആണ്, അതുകൊണ്ടാണ് ഇവിടെ ക്ലോക്ക് വൈസ് ആയിട്ട് വരച്ചിരിക്കുന്നത്. ഇനി എന്ത് ചെയ്യാണ്, നമ്മൾ സോൾവ് ചെയ്യാനായിട്ട് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിനെ എന്താക്കി, പോയിന്റ് ലോഡ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. അപ്പൊ പോയിന്റ് ലോഡ് ആയിട്ട് കൺവേർട്ട് ചെയ്തപ്പോൾ 120 എന്ന് പറഞ്ഞ ലോഡ് കിട്ടി. എങ്ങനെയാ പോയിന്റ് ലോഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിനെ? യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിനെ പോയിന്റ് ലോഡ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് എങ്ങനെയാ? $60 എന്ന് പറഞ്ഞ 20 എന്ന് പറഞ്ഞ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്, അതിനെ എങ്ങനെയാ 120 ലോഡ് ആക്കിയത്? എങ്ങനെയാണ് 120 എന്ന് പറഞ്ഞ ലോഡ് വന്നതെന്ന് പറഞ്ഞേ? ലോഡ് ഇൻറ്റു ഡിസ്റ്റൻസ്. ലോഡ് വാല്യൂ എത്ര ആയിരുന്നു? 20, ഡിസ്റ്റൻസ് 6. അപ്പൊ 20 × 6 120 kN എന്ന പോയിന്റ് ലോഡ്. ഇറ്റ് ഈസ് ആക്ടിങ് അറ്റ് ദ സെന്റർ ഓഫ് ദ സ്പാൻ. അപ്പോൾ ബി സിയുടെ സെന്ററിൽ, അതായത് 6 മീറ്റേഴ്സിന്റെ ഹാഫിൽ 3 മീറ്ററിലാണ് അത് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ബീം ബി സിയിൽ നമ്മൾ ഫസ്റ്റ് സിഗ്മ വി ഇസ് ഈക്വൽ ടു 0 എന്നുള്ള ഇക്വിലിബ്രിയം ഇക്വേഷൻ അപ്ലൈ ചെയ്തു. സിഗ്മ വി ഇസ് ഈക്വൽ ടു 0. therefore ബി ബി പ്ലസ് ബി സി, ഇവിടെ ഞാൻ ബി എ എന്ന് എഴുതിയിരിക്കുന്നത്, ബി എ അല്ല, വി സി പ്ലസ് വി ബി ഇസ് ഈക്വൽ ടു 120. വി സി പ്ലസ് വി ബി ഇസ് ഈക്വൽ ടു 120. ഇനി നമ്മൾ അടുത്ത് എടുത്തിരിക്കുന്നത് സം ഓഫ് മൊമെന്റ് സോ നിങ്ങൾ ഈ ഫിഗർ ഒന്ന് നോക്കിക്കേ, ഇതൊരു സിമെട്രിക്കൽ ബീമാണ്. കണ്ടില്ലേ, ഇവിടെ നമുക്ക് 39.99, ഇവിടെ 39.99. മുകളിൽ നിന്ന് താഴത്തേക്ക് എന്താണ് 120 kN എന്ന് പറഞ്ഞ് ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. സോ ഇതൊരു സിമെട്രിക്കൽ ആയതുകൊണ്ട് നമുക്ക് വി ബിയുടെയും
ബി സിയുടെയും വാല്യൂ ഡയറക്റ്റ് ആയിട്ട് തന്നെ സോൾവ് ചെയ്യാൻ പറ്റും. ബിക്കോസ് 120 എന്ന് പറഞ്ഞ ലോഡിനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്താൽ മതി. 120 ഡിവൈഡഡ് ബൈ 2 എന്തായി 60 വന്നു. അപ്പോൾ വി ബിയുടെയും ബി സിയുടെയും വാല്യൂ 60 എന്നുള്ളത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ എഴുതാൻ പറ്റും. ഈ സ്റ്റെപ്പ് ഫോളോ ചെയ്യണമെന്നില്ല. ഇവിടെ നമുക്ക് സം ഓഫ് മൊമെന്റ് അബൌട്ട് ബി ഇസ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കാൻ കാര്യം നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിലെ മൊമെന്റ് എന്താണ് പോസിറ്റീവ് ആണ്, റൈറ്റ് സൈഡിലെ മൊമെന്റ് സോ ലെഫ്റ്റ് സൈഡിലെ അതായത് ബി എന്ന് പറഞ്ഞ പോയിന്റിൽ വരുന്ന മൊമെന്റ് നെഗറ്റീവും ഇവിടെ സി എന്ന് പറഞ്ഞ പോയിന്റിൽ വരുന്ന മൊമെന്റ് പോസിറ്റീവ് മൊമെന്റും ആണ്. അപ്പൊ നെഗറ്റീവും പോസിറ്റീവും മൊമെന്റ് വന്നപ്പോൾ അത് 0 ആയിട്ട് കൺസിഡർ ചെയ്തു. അതാണ് സം ഓഫ് മൊമെന്റ് അബൌട്ട് ബി ഇസ് ഈക്വൽ ടു 0 കൊടുത്തിട്ട് നമുക്ക് 120 into 3 പിന്നെ എന്താണ് 6 into ബി സി എന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ സിഗ്മ ബിയും സം ഓഫ് മൊമെന്റ് അബൌട്ട് ബി ഇസ് ഈക്വൽ ടു 0 എന്നും സ്റ്റെപ്പും നമുക്ക് എഴുതാതെ തന്നെ സോൾവ് ചെയ്യാം. ബിക്കോസ് ഈ തന്നിരിക്കുന്ന സ്ട്രക്ചർ എന്താണ്, ഈ ഒരു ബീം സിമെട്രിക്കൽ ബീം ആയതുകൊണ്ട് നമുക്ക് 120യുടെ ഹാഫ് ബി ബിയിലും 120യുടെ ഹാഫ് ബി സിയിലും 120 ഡിവൈഡഡ് ബൈ 2 ഇസ് ഈക്വൽ ടു 60 ബി ബിയിലും ബി സിയിലും 60 ഡയറക്റ്റ് ആയിട്ട് തന്നെ എഴുതാം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഈ സിഗ്മ ബിയും സിഗ്മ എമ്മും സോൾവ് ചെയ്ത് ആൻസർ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് എളുപ്പമെന്ന് വെച്ചാൽ അത് ചെയ്യാം. ഇതാണ് ഡയറക്റ്റ് ആയിട്ട് എഴുതുന്നതാണ് നല്ലത്. അപ്പോൾ ഇവിടെ നമുക്ക് ബിയിലെ ഇവിടെ 39.99 എന്ന നെഗറ്റീവ് വാല്യൂ, ഇവിടെ പോസിറ്റീവ് 39.99 ഉണ്ട്. അപ്പോൾ ആ വാല്യൂ നമുക്ക് എന്തായി, നെഗറ്റീവും പോസിറ്റീവും സെയിം വാല്യൂ ഒരു ബീമിൽ വന്നത് കൊണ്ട് അത് 0 ആയിപ്പോയി. അതുകൊണ്ടാണ് നമ്മൾ സം ഓഫ് മൊമെന്റ് അബൌട്ട് ബി ഇസ് ഈക്വൽ ടു 0 ഈ മൊമെന്റ് വാല്യൂസ് ഒന്നും കാണാത്തത്. അത് 0 ആയിട്ട് എടുത്തു. രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 0 ആയി, പോസിറ്റീവ് മൊമെന്റ് നെഗറ്റീവ് മൊമെന്റ്. ഇനി നമ്മുടെ ലാസ്റ്റ് കോളം സി ഡി. ഇപ്പൊ കോളം സി ഡിയിൽ നമുക്ക് സിയിൽ എന്ത് വന്നു, സിയിൽ നമുക്കൊരു നെഗറ്റീവ് മൊമെന്റ് ഉണ്ട് 39.99. അതുകൊണ്ട് ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് വരച്ചു. ഇവിടെ നമുക്കൊരു നെഗറ്റീവ് 19.99, അപ്പൊ അതും ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് വരച്ചു. എന്ത് ചെയ്യാണ്, സം ഓഫ് മൊമെന്റ് അബൌട്ട് സി ഇസ് ഈക്വൽ ടു, അപ്പോൾ സിയിൽ എന്താണ് ഈ മൊമെന്റ് കോസ് ചെയ്യുന്നത് പുറത്തേക്കുള്ള ബെൻഡിങ് ആണ്. പുറത്തേക്ക് ആയതുകൊണ്ട് എന്താണ് ഹോഗിങ് ആണ് കോസ് ചെയ്യുന്നത്. ഫ്രെയിമിന്റെ പുറത്തേക്കാണ് 39.99 എഫക്ട്. അപ്പോൾ നെഗറ്റീവ് മൊമെന്റ്. എന്നിട്ട് എന്ത് ചെയ്യാണ്, എച്ച് ഡി ഇൻറ്റു 6 മൊമെന്റ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. എച്ച് ഡി ഇൻറ്റു 6 പ്ലസ് 19.99 ഇസ് ഈക്വൽ ടു മൈനസ് 39.99. അപ്പോൾ നമുക്ക് എച്ച് ഡിയുടെ വാല്യൂ കിട്ടി -9.99, എച്ച് സിയുടെ വാല്യൂ കിട്ടി +9.99. എന്ത് ചെയ്യണം, എന്നിട്ട് നമ്മൾ എസ് എഫ് ഡി ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കുകയാണ്. അപ്പൊ വാല്യൂസ് എല്ലാം ഓർത്ത് നോക്കിയോ. സോ വാല്യൂസ് എച്ച് എക്ക് കിട്ടിയത് -9.99, എച്ച് ബിക്ക് +9.99, എച്ച് എ നെഗറ്റീവ്, എച്ച് ബി പോസിറ്റീവ്. ഇനി അതേ കണക്ക് തന്നെ വി സി +60, ബി ബി +60. ഇനി എച്ച് ഡി -9.99, എച്ച് സി +9.99. ഇനി നമുക്ക് ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കാൻ ഒരു സൈൻ കൺവെൻഷൻ ഉണ്ട്. ഇനി ആ സൈൻ കൺവെൻഷൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ എസ് എഫ് ഡി ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കുന്നത്. എന്തായിരുന്നു സൈൻ കൺവെൻഷൻ ഓർക്കുന്നുണ്ടോ? എസ് എഫ് ഡി വരയ്ക്കാനുള്ള സൈൻ കൺവെൻഷൻ. ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കാനുള്ള സൈൻ കൺവെൻഷൻ എന്തായിരുന്നു? ആരും ഓർക്കുന്നില്ലേ? എങ്ങനെയാ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കാനുള്ള സൈൻ കൺവെൻഷൻ? സോ പ്ലീസ് റെസ്പോണ്ട്. നിങ്ങൾക്ക് അറിയാമോ എസ് എഫ് ടി വരയ്ക്കാനുള്ള സൈൻ കൺവെൻഷൻ എങ്ങനെയാന്ന്? പറഞ്ഞേ, എന്താ എസ് എഫ് ഡി വരയ്ക്കാനുള്ള സൈൻ കൺവെൻഷൻ? നിങ്ങൾക്ക് അറിയാമെന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ കഴിഞ്ഞ വട്ടം ഞാൻ എസ് എഫ് ഡി എക്സ്പ്ലെയിൻ ചെയ്യാഞ്ഞേ.
So anyone please respond. അറിയാമോ നിങ്ങൾക്ക്? ജസ്റ്റ് അറിയാമെങ്കിൽ അറിയാമെന്ന് പറയില്ലെങ്കിൽ ഇല്ല എന്ന് പറ. എനിക്ക് എളുപ്പമുണ്ടാവും. സോ ഇതൊരു ബീമാണ്. സോ ഇവിടെ ഇങ്ങനെ ക്ലോക്ക് വൈസ് ആയിട്ടാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നതെങ്കിൽ ബീമിന്റെ ലെഫ്റ്റ്, ഇത് ബീമിന്റെ റൈറ്റ്. ബീമിന്റെ റൈറ്റ് സൈഡിൽ ഡൗൺവേർഡ്സ്, ബീമിന്റെ ലെഫ്റ്റ് സൈഡിൽ അപ്വേർഡ്സ് ആണെങ്കിൽ പോസിറ്റീവ് ഷിയർ ഫോഴ്സ്. ബീമിന്റെ ലെഫ്റ്റ് സൈഡിൽ അപ്വേർഡ് ആണെങ്കിലോ ബീമിന്റെ റൈറ്റ് സൈഡിൽ ഡൗൺവേർഡ് ആണെങ്കിലോ പോസിറ്റീവ് ഷിയർ ഫോഴ്സ്. ജസ്റ്റ് ഓപ്പോസിറ്റ്. ബീമിന്റെ ലെഫ്റ്റ് സൈഡ്, ബീമിന്റെ റൈറ്റ് സൈഡ്. ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് നമ്മൾ ഫോഴ്സ് വരയ്ക്കുകയാണ്. ബീമിന്റെ ലെഫ്റ്റ് സൈഡിൽ ഡൗൺവേർഡ്, ബീമിന്റെ റൈറ്റ് സൈഡിൽ അപ്വേർഡ്സ് ആണെങ്കിൽ നെഗറ്റീവ് ഷിയർ ഫോഴ്സ്. നെഗറ്റീവ് ഷിയർ ഫോഴ്സ്. ഇനി ഇതേ രീതിയിൽ തന്നെ കോളത്തിന് ഒന്ന് വരച്ച് നോക്കിയാൽ മതി. കോളം നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഇനി കോളത്തിന് നമ്മൾ ക്ലോക്ക് വൈസ് ആയിട്ടൊന്ന് ഫോഴ്സ് വരച്ച് നോക്കാം. സോ കോളത്തിന്റെ താഴെ ലെഫ്റ്റ്, കോളത്തിന്റെ ടോപ്പിൽ റൈറ്റ്. ഇങ്ങനെ ആകുമ്പോഴാണ് ക്ലോക്ക് വൈസ് ആയിട്ട് വരുന്നത്. ഇങ്ങനെയാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ എന്തായിരിക്കും? പോസിറ്റീവ് ഷിയർ ഫോഴ്സ് ആയിരിക്കും ഡെവലപ്പ് ചെയ്യുന്നത്. ഇനി ജസ്റ്റ് ഓപ്പോസിറ്റ് ഷിയർ ഫോഴ്സ് തിരിച്ച് ആന്റി ക്ലോക്ക് വൈസ്, അപ്പില് റൈറ്റിലേക്കും അപ്പ് സൈഡ്, കോളത്തിന്റെ അപ്പില് ലെഫ്റ്റ് സൈഡിലേക്കും താഴെ റൈറ്റ് സൈഡിലേക്കുമാണ് ഫോഴ്സ് പോകുന്നതെങ്കിൽ it will cause a negative shear force. Negative shear force. Anti-clockwise ആയിട്ടാണ് അതാണ് ഈ ഫോഴ്സസ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ നെഗറ്റീവ് ഷിയർ ഫോഴ്സ്. ഈ ഒരു സൈൻ കൺവെൻഷൻ വെച്ചിട്ടാണ് നമ്മൾ SFD വരച്ചിരിക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്ന ഫ്രെയിമിന്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരച്ചിരിക്കുന്നത്. ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കാനായിട്ട് നമ്മൾ പഴയതുപോലെ തന്നെ എന്ത് ചെയ്യണം? ഒരു ബേസ് ലൈൻ വരയ്ക്കണം. ബേസ് ലൈൻ. ബേസ് ലൈൻ. സോ എന്നിട്ട് എന്താണ്? നമുക്ക് ഉള്ളിലുള്ള വാല്യൂസ് എല്ലാം നെഗറ്റീവ് വാല്യൂസ്, സോറി പോസിറ്റീവ് എന്നാണ് വരച്ചത്, നെഗറ്റീവ്. പുറത്തേക്കുള്ള വാല്യൂസ് പോസിറ്റീവ് വാല്യൂസ്. ഇനി HAക്ക് കിട്ടിയ വാല്യൂ എന്താ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? HAയിൽ കിട്ടിയ വാല്യൂ, HA എന്ന് വെച്ചാൽ ബോട്ടം സർഫസ് ആണ്. HAക്ക് കിട്ടിയ വാല്യൂ ഹൊറിസോണ്ടൽ ഫോഴ്സ് A -9.99, പ്ലസ് അല്ല -9.99. -9.99 ആണെങ്കിൽ നമ്മൾ ഏത് സൈഡിലേക്കാണ് വരയ്ക്കേണ്ടത്? ലെഫ്റ്റ് സൈഡിലേക്കാണോ റൈറ്റ് സൈഡിലേക്കാണോ? സോ HA നമുക്ക് കിട്ടിയത് -9.99 എന്നാണ്. -9.99. HB കിട്ടിയത് +9.99. +9.99. സോ ഇത് HB, ഇത് HA, HB, HA. സോ എന്ത് ചെയ്തു? ഇതാണ്ടേ ഈ ഒരു നെഗറ്റീവ് ഷിയർ ഫോഴ്സ് ആയിട്ടാണ് അത് വന്നിരിക്കുന്നത്. നെഗറ്റീവ് ഷിയർ ഫോഴ്സ്. ഇനി അതേ കണക്ക് തന്നെ നമുക്ക് കോളം CD നോക്കാം. CDയിൽ നമുക്ക് കിട്ടിയ HD വാല്യൂ -9.99, HC +9.99. സോ അത് നമുക്ക് വരുന്നത് ദാണ്ടെ ഈ ഒരു ഡയറക്ഷനിലായിരിക്കും. HC 9.99, 9.99, HD -9.99.
സോ അത് പോസിറ്റീവ് ഷിയർ ഫോഴ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി ബീമിന്റെ കേസ് നോക്കാം. ബീമില് വി ബിയും വി സിയും പോസിറ്റീവ് ആണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡില് പോസിറ്റീവ്, ലെഫ്റ്റ് സൈഡിൽ അപ്വേർഡ്സ് ആണെങ്കിൽ എന്താണ്? പോസിറ്റീവ് ഷിയർ ഫോഴ്സ് ആണ്. ലെഫ്റ്റ് സൈഡിൽ അപ്വേർഡ്സ് ആണ്, പോസിറ്റീവ് ഷിയർ ഫോഴ്സ് ആണ്. എന്നിട്ട് നമുക്ക് റൈറ്റ് സൈഡിൽ എന്താ കിട്ടിയത്? റൈറ്റ് സൈഡിൽ അപ്വേർഡ്സ് ആയിട്ടാണ് കിട്ടിയത്. ബി എയും ബി സിയും പോസിറ്റീവ് വാല്യൂസ് ആയിട്ടാണ് കിട്ടിയത്. അപ്പോൾ റൈറ്റ് സൈഡിൽ അപ്വേർഡ്സ് ആയപ്പോഴും പോസിറ്റീവ് വാല്യൂ ആണ്. പക്ഷെ എന്താണ്? ഷിയർ ഫോഴ്സ് നെഗറ്റീവ് ആണ്. ഷിയർ ഫോഴ്സ് നെഗറ്റീവ്. സോ അത് വെച്ച് നമ്മൾ ഫൈനൽ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരച്ചു. ഫൈനൽ ഷിയർ ഫോഴ്സ് ഡയഗ്രാം. ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. SFD വരയ്ക്കുന്നതിനകത്തോ BMT വരയ്ക്കുന്നതിനകത്തോ. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ മനസ്സിലായെന്ന് പറയാം, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാം. കോളത്തിന്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം. 1 സെക്കൻഡ്. സൈൻ കൺവെൻഷൻ പറഞ്ഞത് ക്ലിയർ ആണോ? സോ കോളത്തിന് നമുക്ക് HAക്ക് കിട്ടിയിരിക്കുന്നത് ഒരു -9.99 എന്ന വാല്യൂ ആണ്. HA -9.99. HB കിട്ടിയിരിക്കുന്നത് +9.99 എന്നുള്ള ഷിയർ ഫോഴ്സ് വാല്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത്. ഇനി നമുക്ക് ആ വാല്യൂസ് ഇവിടെ നിന്ന് കൊടുക്കാം. അപ്പോൾ HA -9.99. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് -9.99 മാർക്ക് ചെയ്തത്. അപ്പോൾ പോസിറ്റീവ് എന്തായിരിക്കും? ജസ്റ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും പോസിറ്റീവ് വാല്യൂസ് കൊടുക്കുന്നത്. +9.99. അപ്പോൾ ഇതെന്താണ് ഇവിടെ കോസ് ചെയ്യുന്നത്? ഒരു ക്ലോക്ക് വൈസ് ആണോ ആന്റി ക്ലോക്ക് വൈസ് പോലാണ് ഇവിടെ ഷിയർ ഫോഴ്സ് മൂവ് ചെയ്യുന്നത്? എങ്ങനെയത് മൂവ് ചെയ്യുന്നത്? ഈ സൈഡിൽ ഈ ഡയറക്ഷനിലേക്കാണ് ഷിയർ ഫോഴ്സ്, ഇവിടെ എന്താണ്? ഈ ഡയറക്ഷനിലേക്കാണ് ഷിയർ ഫോഴ്സ്. അപ്പൊ ഷിയർ ഫോഴ്സ് എങ്ങനെയാണ്? ഇതാണ്ട് ഈ ഒരു ഡയറക്ഷൻ ക്ലോക്ക് വൈസ് ഷിയർ ഫോഴ്സ് ആണോ ആന്റി ക്ലോക്ക് വൈസ് ഷിയർ ഫോഴ്സ് ആണോ? ആന്റി ക്ലോക്ക് വൈസ് പോലല്ലേ? ആന്റി ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് അവിടെ നെഗറ്റീവ് ഷിയർ ഫോഴ്സ് ആണ് വരുന്നത്. നെഗറ്റീവ് ഷിയർ ഫോഴ്സ്. ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് അപ്പുറത്തെ സൈഡിൽ വരുന്നത്. അവിടെ വരുമ്പോൾ നമുക്ക് നോക്കാം. HC +9.99. അപ്പോൾ HC +9.99. അപ്പോൾ പ്ലസ് ഞാൻ ഈ ഡയറക്ഷനിലേക്കാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി HD -9.99. -9.99. സോ ഇതെന്താണ്? ഒരു ആന്റി ക്ലോക്ക് വൈസ് പോലെയാണ് ആക്ട് ചെയ്യുന്നത്. ക്ലോക്ക് വൈസ് പോലെയാണ് ആക്ട് ചെയ്യുന്നത്. സോ ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് എന്താണ്? പോസിറ്റീവ് ഷിയർ ഫോഴ്സ്. നേരത്തെ പറഞ്ഞ സൈൻ കൺവെൻഷൻ അനുസരിച്ച് എന്താണ്? പോസിറ്റീവ് ഷിയർ ഫോഴ്സ്. അപ്പൊ അത് പോസിറ്റീവ് ഷിയർ ഫോഴ്സിനകത്ത് വന്നു. ഇനി ബീം പഴയത് കണക്ക് തന്നെ ബീം കൺസിഡർ ചെയ്യുമ്പോൾ എന്താണ്? ലെഫ്റ്റ് സൈഡിൽ അപ്വേർഡ് ആണെങ്കിൽ പോസിറ്റീവ് ഷിയർ ഫോഴ്സ് ആണ് വരുന്നത്. ലെഫ്റ്റ് സൈഡിൽ അപ്വേർഡ് ആണെങ്കിൽ പോസിറ്റീവ് ഷിയർ ഫോഴ്സ്. അതേ കണക്ക് റൈറ്റ് സൈഡിൽ അപ്വേർഡ് ആകുമ്പോൾ എന്താണ്? അത് നെഗറ്റീവ് ഷിയർ ഫോഴ്സ് ആണ് കോസ് ചെയ്യുന്നത്.
അങ്ങനെയാണ് ബീമിൽ നമ്മൾ പോസിറ്റീവും നെഗറ്റീവും വരുന്നു എന്ന് പറഞ്ഞത്. സോ അങ്ങനെയാണ് ഇത് വരച്ചിരിക്കുന്നത്. പോസിറ്റീവ് ഷിയർ ഫോഴ്സ്, ബീമിൽ പോസിറ്റീവും നെഗറ്റീവും വന്നത്. ബീമിന്റെ രണ്ട് സൈഡിലും എന്താണ്, അപ്വേർഡ് ആണ് വന്നിരിക്കുന്നത്, പോസിറ്റീവ് വാല്യൂസ് ആണ് വന്നിരിക്കുന്നത്. ഇപ്പൊ ലെഫ്റ്റ് സൈഡിൽ അപ്വേർഡ് ആണെങ്കിലാണ് പോസിറ്റീവ് ഷിയർ ഫോഴ്സ്, റൈറ്റ് സൈഡിൽ അപ്വേർഡ് ആണെങ്കിൽ നെഗറ്റീവ് ഷിയർ ഫോഴ്സ് ആണ് കോസ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ കോളം സി ഡിയിൽ പോസിറ്റീവ് വാല്യൂസ് ആണ് വന്നിരിക്കുന്നത്. ഈ ഡയഗ്രാം നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഫോഴ്സ് മാർക്ക് ചെയ്തിരിക്കുന്നതാണ്, പോസിറ്റീവ് ആണ് വന്നിരിക്കുന്നത്. ക്ലോക്ക് വൈസ് പോലെയാണ് അവിടെ ലോഡ് ആക്ട് ചെയ്യുന്നത്, ക്ലോക്ക് വൈസ് പോലെ. എച്ച് സിയും എച്ച് ഡിയും ഇങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്. എച്ച് സി എന്ന് പറഞ്ഞ ഫോഴ്സ് ഈ ഡയറക്ഷനിലും എച്ച് ഡി എന്ന് പറഞ്ഞ ഫോഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. എച്ച് ഡി എന്നാണ് നെഗറ്റീവ് വാല്യൂ ആണ്, അതുകൊണ്ടാണ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ വന്നിരിക്കുന്നത്. സോ നമുക്ക് ഈ രണ്ട് പോയിന്റ്സിലാണ് സപ്പോർട്ട് ഉള്ളത്. അപ്പോൾ ഇവിടെ എന്താണ്, എച്ച് സി പോസിറ്റീവ് വാല്യൂ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ പോസിറ്റീവ് വാല്യൂ ആകുമ്പോൾ ഫ്രെയിമിലേക്ക് വരും. എച്ച് ഡി എന്താണ്, നെഗറ്റീവ് വാല്യൂ ആണ്. നെഗറ്റീവ് വാല്യൂ ആകുമ്പോൾ ഫ്രെയിമിന് പുറത്തേക്ക് വന്നു, ഈ സൈഡിലേക്ക് പോയി. അപ്പോൾ സപ്പോർട്ടിലേക്കാണെങ്കിൽ എന്തായിരിക്കും, പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. സപ്പോർട്ടിന് പുറത്തേക്കാണെങ്കിൽ നെഗറ്റീവ് വാല്യൂ ആണ്. ഇപ്പൊ അത് മനസ്സിലായിട്ടുണ്ടോ? എല്ലാവർക്കും ക്ലിയർ ആണോ? നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക, ഈ പ്രോബ്ലം ഒന്ന് സോൾവ് ചെയ്ത് നോക്കുക. നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ലാസ്റ്റ് പ്രോബ്ലം നോക്കി കഴിഞ്ഞാൽ അത് ഫ്രെയിം ആയിരിക്കും. അപ്പോൾ അതിനകത്ത് വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ഈ സെയിം കാര്യങ്ങൾ തന്നെ ആയിരിക്കും ചോദിക്കുന്നത്. ഫ്രെയിമിനകത്ത് ലോഡ് മാത്രമേ വേരി ചെയ്യത്തുള്ളൂ, ബാക്കിയെല്ലാം സെയിം തന്നെ ആയിരിക്കും. അങ്ങനെയാണ് ഇത്രയും കാലം യൂണിവേഴ്സിറ്റി എക്സാമിന്